കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പേരാവൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ നാട് അല്ലേ അല്ലേ, ആ രീതിയിൽ പേരാവൂർ വളരെ ഫേമസ് ആണ്. അത് അങ്ങനെ അതിൽ മാത്രം പോരാന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പേരിന്റെ അപ്പുറത്ത് പേരാവൂരും കൂടി ചേർത്തത്, സുഭാഷ് പേരാവൂർന്ന്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 13 വർഷത്തിന് മേലെയായി ഞാൻ RCMൽ ജീവിക്കുന്നു. ചില ആൾക്കാർ പറയുമ്പോൾ അതൊരു സംശയത്തോടെ പറയാം, വേണമെങ്കിൽ ജീവിക്കുന്നു എന്ന് പറയാം എന്നാണ് ചില ആൾക്കാർ. പക്ഷെ ഞാൻ പറയുന്നത് 13 വർഷമായിട്ട് ഞാൻ RCMൽ ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം അത് ജീവിക്കാൻ കാരണം ശരിയായ രീതിയിൽ ആ ഒരു ജീവിതം എൻജോയ് ചെയ്യാനൊക്കെ ഒരു സാഹചര്യം ഒരുക്കി തന്നത് നമ്മുടെ RCM എന്ന് പറയുന്ന ഈ ഒരു 3 അക്ഷരം തന്നെയാണ്. ഇതിൽ വന്നതിന് ശേഷം നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തിന് പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ ക്വാളിറ്റി നമുക്കറിയായിരുന്നു RCMൽ വരുന്നതിന് മുമ്പ്? അറിയായിരുന്നോ? അല്ലെ, ഒരു നല്ല പാചക എണ്ണ എങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് അറിയില്ലായിരുന്നു. ഒരു കുളിക്കുന്ന സോപ്പിന്റെ ക്വാളിറ്റി നമുക്കറിയായിരുന്നോ? അറിയായിരുന്നോ? അതിനു മുമ്പ് എത്ര പേര് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ പുറത്തേക്കുള്ള വാണിംഗ് പോലും കണ്ടത് എപ്പോഴാ? RCMൽ വന്നതിന് ശേഷമല്ലേ അല്ലേ? അപ്പോ വലിയൊരു അറിവാണ് നമുക്ക് RCM തരുന്നത്. RCM ബിസിനസ് എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് RCM ഒരു ജീവിത രീതിയാണ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ TCGനെ തന്നെയാണ്. കാരണം അദ്ദേഹം വിഭാവനം ചെയ്ത ഈ RCM എന്ന് പറയുമ്പോൾ അതിന് വലിയ ലക്ഷ്യങ്ങളാണുള്ളത്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, 2009 മുതൽ എനിക്ക് ബിൽവാര പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 10,000-ലധികം ആളുകളെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും RCMൽ നിന്ന് എങ്ങനെ ഒരു കോടീശ്വരനാകാമെന്നല്ല അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ഷോർട്ട് കട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത് മുഴുവനും ഒരു നല്ല മനുഷ്യനാകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നല്ല മനുഷ്യനാകൂ എന്ന് മാത്രമാണ് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്. അത് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും വലിയ വലിയ ലക്ഷ്യത്തോടെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ പുറത്ത് കാണാറുണ്ട്. പക്ഷെ ഇവിടെ അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് RCMലേക്ക് ഒന്ന് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ കഴിയുന്നു. വെറുതെ പറഞ്ഞതല്ല, സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ മുർ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വൃക്ഷം നടുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചും രക്തദാനത്തിനെ കുറിച്ചും ഒക്കെ വലിയ വലിയ പ്ലാനിങ് ആണ്. ഇന്ത്യയിൽ നമുക്ക് മറ്റേതൊരു ബിസിനസ്സുകാരനിൽ കാണാൻ സാധിക്കും ഇത്തരത്തിലൊരു ലക്ഷ്യം അല്ലെ. ആരോഗ്യം, സ്വയം പര്യാപ്തത, രാഷ്ട്ര പുനർനിർമ്മാണം, അതിനു മുമ്പേ സ്ത്രീ ശാക്തീകരണം. അപ്പോ ആരോഗ്യത്തിനും സ്വയം പര്യാപ്തതയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലൂടെയുള്ള ഒരു നവഭാരത നിർമ്മാണമാണ് TCG വിഭാവനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. അതിന് വലിയ ഭാഗ്യം വേണം, വേണ്ടേ? ഉറക്കം വരുന്നുണ്ട് ആർക്കെങ്കിലും? ഈ ചൂടത്തും ഉറങ്ങാൻ തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്തല്ലോ, ആ ഉറക്കം പോകാൻ ഒരേ ഒരു പണിയുള്ളൂ. എന്താ ചെയ്യാ ഉറക്കം പോകണമെങ്കിൽ? കൈയടിക്കുക എന്നുള്ളതാ. അവിടെ നമ്മളൊരു എളുപ്പം നോക്കി. കാരണം എന്താണെന്നറിയോ? എഴുന്നേക്കാതെ കൈയടിക്കാലോ എന്നാ വിചാരിച്ചത്. എഴുന്നേക്കുമ്പോൾ ആ സുഖം അങ്ങോട്ട് പോകുമല്ലോ അല്ലെ. ഒന്ന് എഴുന്നേറ്റിട്ട് നല്ല പോലെ അറിഞ്ഞൊരു കൈയടി, നമ്മളെ കരുവാരക്കൊണ്ട് ഞെട്ടുന്ന രീതിയിലൊരു കൈയടി ഒന്ന് അടിക്കാലോ. കുറെ സമയത്ത് ഇങ്ങനെ ഇരിക്കല്ലേ. ഇപ്പോഴും കൈയടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ പറയുക, കുറെ പേര് അടിക്കുന്നുണ്ട്, ഒച്ചയും ഉള്ളൂ. അപ്പൊ ഞാൻ അടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നാണ്. ഉറക്കം പോവാ, സുഖം പോകും. രജി സാറ് പറയുന്നു കൈയടിക്കുമ്പോൾ ഉറക്കം പോവാ, സുഖം അങ്ങോട്ട് പോകുന്നുള്ളത്. സുഖം അങ്ങോട്ട് കളയണം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. കുറച്ച് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മേശപ്പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ, അത് പറയാനാണ് എന്നെ വിളിച്ചത്. അപ്പോ ആരോഗ്യം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചൂടത്തിരുന്ന് കുറഞ്ഞ സമയം കൊണ്ടൊന്നും പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഞാൻ അധികം സമയം എടുക്കുകയില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. കാരണം സമയം 1 മണി കഴിഞ്ഞു അല്ലേ സാറേ? 1 മണി കഴിഞ്ഞു. എവിടുന്നാന്നറിയില്ല, ഒരു സ്മെല്ലും വരാൻ തുടങ്ങി അല്ലേ. അതും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ പോകും. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഞാൻ പിടിച്ചിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നമ്മൾ RCM വിഭാവനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമായതുകൊണ്ട് തന്നെ എന്താണ് ആരോഗ്യം എന്നുള്ളതും, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ആരോഗ്യം കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണം. അപ്പൊ അതിന് ഏറ്റവും ഉതകുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ മേശപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നമുക്ക് നോക്കിയാൽ വലിയൊരു സംവിധാനം താഴെയുണ്ട്. അപ്പം ഉൽപ്പന്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആരോഗ്യത്തിന് WHO നല്ല വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ആരോഗ്യത്തിന് എന്താ നിർവചനം കൊടുത്തിരിക്കുന്നത്? ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥ ആണോ? അല്ല, പിന്നെയോ? സുസ്ഥിതി. യെസ്, രഞ്ജിത് സാറിന് വേണ്ടി കൈയടി എടുക്കാം. ആരാണോ പറയുന്നത് അവർക്കാണ് കൈയടി. അപ്പൊ എന്താ പറഞ്ഞെന്ന് കേട്ടോ? കേട്ടില്ല.
ശാരീരികവും മാനസികവും സാമൂഹികപരമായുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം. പക്ഷെ നമ്മളെല്ലാവരും എളുപ്പവഴിക്ക് പറയുന്ന ഒരു മറുപടിയാണ് രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ശരീരത്തിന് സുഖം ഉണ്ടാവണം, മനസ്സിന് സുഖം ഉണ്ടാവണം, സാമൂഹികപരമായിട്ടുള്ള ഒരു സുസ്ഥിതി ഉണ്ടാവണം. അപ്പോഴാണ് അതൊരു പൂർണ്ണമായ ഒരു ആരോഗ്യ അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ശരീരത്തിന് രോഗം വരുന്നൊരവസ്ഥ, അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിന് കാരണം എന്തായിരിക്കും? രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണം എന്തായിരിക്കും? ഞാൻ ഈ സ്റ്റേജിന്റെ മേലെ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി പറയാത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാ അധികം പോണ്ടെന്നാണ് സിഗ്നൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് പറഞ്ഞത്? ആരോഗ്യം എന്താണ് രോഗം വരാനുള്ള കാരണം, അല്ലേ? രോഗം വരാനുള്ള കാരണം എന്താ? തെറ്റായ ജീവിതശൈലി, കൈയടി. ഓരോ ആൻസർ പറയുമ്പോൾ നമ്മളെ കൈയടിക്കണം. രണ്ട് കാര്യങ്ങളാണ്. അവർക്കൊരു മോട്ടിവേഷൻ ആവും, നമ്മുടെ ഉറക്കവും പോകും. രണ്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അടുത്തത് പിന്നെ പോഷക ന്യൂനത. ഷിജ് സാറിൽ നല്ലൊരു കൈയടി. രണ്ട് കാര്യങ്ങളായി. ഇനിയുണ്ട് മായം കലർന്ന ഉൽപ്പന്നങ്ങൾ. അബു സാറിനൊരു കൈയടി. ആര് പറഞ്ഞാലും കൈയടിയാണ്. കൈയടി വേണ്ടവർക്ക് പറയാം. വ്യായാമത്തിന്റെ കുറവ്, തെറ്റായ ജീവിതശൈലി. നല്ലൊരു കൈയടി സാറിന് കൊടുക്കും. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്, ഇംഗ്ലീഷ് മരുന്നിന്റെ ഉപയോഗം. മരുന്നുകളുടെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപയോഗം, അല്ലെ? അപ്പൊ 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കളിലെയും വിഷങ്ങളും മായങ്ങളുമാണ് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം. ഇത് വിദഗ്ധർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. രണ്ടാമത്തേതാണ് പോഷക ന്യൂനത. മൂന്നാമത്തേത് തെറ്റായ ജീവിതശൈലി. നാലാമത്തേത് മരുന്നുകളുടെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപയോഗം. ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് മരുന്ന്, എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഒന്ന് കൈവന്നിച്ച്. എന്തെങ്കിലും കൈവന്നിച്ച്. ധൈര്യത്തിൽ പോയിട്ട് ഒന്നും പേടിക്കണ്ട, കാരണം സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ കൈവന്നിക്കാം. നമ്മള് ഓക്കെ, താങ്ക് യു, കൈതാത്തിക്കോളൂ. നമ്മള് എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മംഗലാപുരത്തും അല്ലെങ്കിൽ മണിപ്പാലിലൊക്കെ ചെന്നിരുമ്പോൾ നമുക്കൊരു ആശ്വാസം. എന്താ നമ്മൾ ആശ്വസിക്കുന്നത്? രോഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ എവിടെ എത്തി? മണിപ്പാൽ എത്തിയല്ലോ. വലിയ ബിൽഡിങ്ങും കണ്ടു, സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പേടിക്കേണ്ട, രോഗം പകുതി മാറി. അതുപോലെയാണ് RCMലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സംഗതി ഏകദേശം പകുതി മുക്കാലും ഓക്കെ ആയി. RCM വന്നല്ലോ, യോഗം കൊണ്ടാ വന്നത്, ഒന്നും പേടിക്കാനില്ല. അപ്പൊ നിത്യോപയോഗ സാധനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കളിലെയും വിഷങ്ങളും മായങ്ങളുമായിട്ടുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് മേശപ്പുറത്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. പറയാൻ പോയാൽ ഒരുപാട് പറഞ്ഞാൽ തീരില്ല. കുറച്ച് മാത്രമേ ഞാൻ അതിൽ പറയുള്ളൂ. രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ, രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി വരെയുള്ള സാധനം, അതിനുശേഷം കിടന്നുറങ്ങാൻ നേരത്ത് കൊതുക് തിരി ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, സീലിംഗ് ഫാൻ ആയിക്കോട്ടെ, ഇത് മുഴുവനും RCM ഉണ്ട്, അല്ലേ? സീലിംഗ് ഫാനിലൂടെ എന്ത് രോഗം വരുന്നതെന്ന് വിചാരിക്കും. ഞാനിപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സീലിംഗ് ഫാൻ എന്താ ബന്ധം? നമ്മുടെയൊക്കെ വീട്ടിലെ സീലിംഗ് ഫാനിന്റെ മേലേക്ക് ഒന്ന് നോക്കൂ. മേടിച്ചപ്പോൾ നല്ല ഐവറി കളറായിരുന്നു, ഇപ്പൊ എന്താ കളർ ഉണ്ടാവുക? ആരോഗ്യമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. ഫാനിന്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി പോലും ആരോഗ്യപരമായിട്ട് ബന്ധമുണ്ടെന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് ഒന്ന് ചെയ്യിച്ചു നോക്കും. രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഇന്ന് ഉപയോഗിക്കുന്ന പരസ്യം കണ്ടിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം RCM എന്ന് പറയുന്ന ഈ 3 അക്ഷരം ചേർത്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അന്ന് മുതൽ ദന്തരോഗങ്ങൾ മാറും. പണ്ട് ഉമിക്കരി ഉപയോഗിച്ചൊരു കാലം, അല്ലെ? വേപ്പിന്റെ തണ്ട് ഉപയോഗിച്ച കാലം, മാവിന്റെ ഇല ഉപയോഗിച്ച കാലം. മാവിന്റെ ഇലയൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കാം? മാവിന്റെ ഇല എപ്പോഴാണ് ഉപയോഗിക്കുക? പേസ്റ്റ് ഗോവാസാറ് പറഞ്ഞാല് ഞെക്കി ഇങ്ങനെ അങ്ങനെ അവസാനം ഒരു കുമള വരാൻ അല്ലേ? ആ കുമള വരുമ്പോഴാണ് അയ്യോ ഇത് തീർന്നല്ലോ, ഇനി ഇതിനൊന്നും കിട്ടാനില്ല. അവസാനം വന്ന ഏറാണ് കണ്ടത്, അല്ലെ? ആ സമയത്താണ് മുറ്റത്ത് മാവ് അന്വേഷിക്കുന്നതും അതിന്റെ മേലെ നിന്ന് ഇല പറിച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നതും. അന്നത്തെ കാലത്ത് നല്ല ആരോഗ്യമാണ് ആളുകൾക്ക്, പല്ലിനൊന്നും യാതൊരു പ്രശ്നമില്ല, മോണയ്ക്ക് യാതൊരു പ്രശ്നമില്ല, നാട്ടില് ദന്തൽ ക്ലിനിക്കുകളും ഇല്ല. പക്ഷെ ഇന്ന് പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതല് ദന്തൽ ക്ലിനിക്കുകളുടെ എണ്ണം കൂടി, അല്ലെ? അതേപോലെ ദന്തരോഗങ്ങൾ വർദ്ധിച്ചു, മോണരോഗങ്ങൾ വർദ്ധിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം പേസ്റ്റ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന തൈറോയിഡിന് പോലും പേസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. കാരണം ആ പേസ്റ്റ് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും നിരവധി രോഗങ്ങളാണ് അതിലൂടെ ഉണ്ടാവുന്നത്. ജലാറ്റിൻ, ഫ്ലൂറൈഡ്, എല്ലുകരിച്ച ചാരം, ചില്ലുപൊടി, ഇപ്പോൾ ഒടുവിൽ നിക്കോട്ടിൻ വരെ ചേർത്തിരിക്കുന്ന പേസ്റ്റിൽ എന്ന് പറയുമ്പോൾ ആ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ ക്യാൻസർ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിക്കോട്ടിൻ എന്തിനു കാരണമാകും? ക്യാൻസറിന് കാരണമാകും. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ബ്രാൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, പരസ്യം കൊടുത്ത് ഇന്ന് വിപണനം ചെയ്യുന്ന സകല പേസ്റ്റുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിന് മുഴുവനും നിക്കോട്ടിന്റെ അംശം കണ്ടെത്തി. ഏറ്റവും കൂടുതൽ നിക്കോട്ടിൻ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന പ്രൊഡക്റ്റിനാണ്. അപ്പോഴും ഞാൻ ബ്രാൻഡ് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഊഹിക്കാം.
അല്ലേ? അതിലൂടെ തുടങ്ങുന്നു ക്യാൻസർ. ഇന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിൽ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാ? ഒരു സംശയവും വേണ്ട. അതിന് കാരണക്കാരാരാന്നറിയോ? ഒരാളാണ് അതിന് കാരണക്കാരി. ആരാ? വീണ ജോർജ്. എന്താ പറയാൻ കാരണം? ആരോഗ്യവകുപ്പ് മന്ത്രി ആരാ? അല്ലേ? അപ്പൊ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? വീണ ജോർജാണ്. ഇതാണ് നമ്മളെ വിചാരം. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ആരാന്നറിയോ? ഞാൻ മാത്ര, വേറെ ആരുമല്ല. അല്ലെ? ഒറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, നമുക്കൊരാൾ ഇഷ്ടം ഉണ്ടാവില്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളുണ്ടാവും അല്ലേ? സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. താങ്ക് യു. പാളി മൊത്തം പോയില്ലേ? ഇത് വേറെ ആരെങ്കിലൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചാടി കയറി അങ്ങനെ ചോദിച്ചത്. നോക്കുമ്പോ കറക്റ്റ് ആൻസറാണ് കിട്ടിയത്. പക്ഷെ പല ആൾക്കാരും, ഞാൻ പല മീറ്റിങ്ങിൽ ചോദിക്കുമ്പോൾ പറയും ഭാര്യയാണെങ്കിൽ പറയും ഭർത്താവിനെയാണെന്ന് പറയും, ഭർത്താവ് പറയും ഭാര്യനാണെന്ന് പറയും. ഇവര് രണ്ടുപേരും അല്ലാത്ത എന്റെ മക്കളെയാണെന്ന് പറയും അല്ലെ? അച്ഛനെയും അമ്മേനെയൊക്കെ എല്ലാവരും സ്നേഹിക്കണം. പക്ഷെ ആദ്യം സ്നേഹിക്കേണ്ടത്, സാറിന്റെ പേരെന്താ? ഹസന. ഓക്കെ, ഹസന സാറ് പറഞ്ഞതുപോലെ ആദ്യം സ്നേഹിക്കേണ്ടത് അവനവനെയാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള പ്രധാന കാരണം അവനവനോടുള്ള സ്നേഹക്കുറവാ. എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതാണ് രോഗം വരാനുള്ള കാരണം ഞാൻ പറയാം. സകല അവയവങ്ങളും നശിപ്പിക്കുന്നതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്. അതെന്തുകൊണ്ടാ? എനിക്ക് എന്നോട് സ്നേഹമില്ല, എനിക്ക് എന്നോട് ഇഷ്ടമില്ല, എനിക്കിഷ്ടം വേറെ ആരോഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്തതും എന്റെ ശരീരത്തെ സ്നേഹിക്കാത്തതും എന്റെ അവയവങ്ങളെ സ്നേഹിക്കാത്തതും. അതുകൊണ്ടാണ് എനിക്ക് എന്റെ അവയവങ്ങൾക്ക് മുഴുവനും പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ആരെ ആദ്യം സ്നേഹിക്കണം? ഫ്ലൈറ്റ് കയറി എത്ര പേരുണ്ട്? ഫ്ലൈറ്റ് കയറിയ ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാരും മലപ്പുറത്ത് എയർപോർട്ടിലുണ്ട്. പ്രശ്നം എളുപ്പമാണ് അല്ലേ? ഞാനൊക്കെ ന്യൂട്രിചാർജിൽ RCB വന്നതിന് ശേഷം ഫ്ലൈറ്റിൽ തന്നെ ആദ്യമായിട്ട് കയറുന്നത്. അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാ, ചുവലാസ്മാൻ മുംബൈയിലേക്ക് അല്ലേ? ഓക്കെ. അപ്പോ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോട് കയറുന്നതാണ്. പക്ഷെ കയറി കഴിഞ്ഞാൽ ഒരാള് മുമ്പിൽ വന്നിട്ട് കുറച്ച് ആംഗ്യ പൈസയൊക്കെ കാണിച്ചു കുറച്ച് സാധനങ്ങൾക്ക് എടുത്ത് ബന്ധിച്ച് കാണിച്ചു തരും അല്ലേ? അത് കാണുമ്പോൾ പേടിയാവില്ലേ സാറേ? എന്താ കാരണം? വലിയ ആഗ്രഹിച്ച് കയറിയതാണ്, ഇത് തകർന്നു പോകുന്നതാണോ ഈ പറയുന്നത് എന്നുള്ള രീതിയിലാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷപ്പെടണം. ആദ്യം മാസ്ക് വെക്കേണ്ട എവിടെയാ? തൊട്ടടുത്ത് ഭാര്യ ഇരിക്കുന്നു, ഭാര്യയുടെ മുഖത്താണോ? അല്ല. മക്കളിരിക്കുന്നു, മക്കളുടെ മുഖത്താണോ? അല്ല. സ്വന്തം മുഖത്ത് വെക്കാനാ പറയുന്നത് അല്ലെ? സ്വന്തം മുഖത്ത് വെക്കാൻ. നിങ്ങളുടെ ആ സുരക്ഷയാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അതുപോലെ തന്നെയാണ് ആരോഗ്യം. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന് ആരോഗ്യം ഉണ്ടാവും അല്ലെ? കുടുംബത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അതും എന്റെ സമൂഹത്തിന് ഉണ്ടാവും. അപ്പൊ നമ്മുടെ RC മുമ്പോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് വലിയ മഹത്തായിട്ടുള്ള ആശയമാണ്. ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനു വേണ്ടിയാണ് വളരെ പ്രത്യേകതയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നത്. കാണുമ്പോൾ അതിന്റെ പാക്കറ്റിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുക ഇതൊക്കെ തന്നെ മാർക്കറ്റിലും കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്, ഇതേ ഉപയോഗം സാധ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ക്വാളിറ്റി അവകാശപ്പെടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഈ വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ് RCBന്റെ മാത്രം പ്രത്യേകത. ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ക്വാളിറ്റിയിൽ ഈ വിലയ്ക്ക് കിട്ടുക, അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ആൾക്കാർ പറയുന്നത് RCB എന്ന് പറഞ്ഞാൽ റാൻ ക്രൈസ്റ്റ് മുഹമ്മദ് എന്നൊക്കെ പറയുന്നുണ്ട്, റുപ്യ ചാപ്പനാക്ക മിഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം കൂടെ പറയുന്നുണ്ട് അല്ലേ? നേരത്തെ രഞ്ജിത് സാർ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് തൊഴിൽ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ? ജനസംഖ്യ വർദ്ധിക്കുന്നു, തൊഴിൽ സാധ്യത കുറഞ്ഞു വരുന്നു. ഇവിടെയാണ് ഇത്തരത്തിലുള്ള കൺസെപ്റ്റിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് സ്വദേശിയായിട്ടുള്ള നമ്മുടെ RCBന്റെ പ്രത്യേകത. ഇതിനെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി ഈ ഉൽപ്പന്നം ശരിക്കും ഉപയോഗിച്ച് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെയൊക്കെ ജീവിത നിലവാരം മാറും അല്ലേ? ആരോഗ്യമില്ലാതെ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റിലേക്ക് പോകുന്നില്ല. സൊല്യൂഷനായിട്ട് എന്താണ്? നിത്യോപയോഗ സാധനങ്ങൾ മുഴുവനും നിങ്ങൾ RCB എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ നിത്യോപയോഗ സാധനത്തിലൂടെ വരുന്ന വിഷങ്ങളും മായങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും. എന്തൊക്കെയുണ്ട്? രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ പല്ല് ചായ കുടിക്കും അല്ലെ? ചായപ്പൊടിയിൽ വരുന്ന മായങ്ങളെ പോലെ വേറെ ഒരു ഉൽപ്പന്നത്തിലും വരുന്നത് അത്രമാത്രം മായങ്ങളാണെന്ന് ചായപ്പൊടിയിൽ വരുന്നത് അല്ലെ? മൃഗങ്ങളുടെ ചോര പോലും ഉണക്കി പൊടിച്ച് ചേർക്കുന്നത് പറയുന്നു. റെഡ് ഓക്സൈഡ് പിന്നെ സർവ്വസാധാരണമായിട്ട് ചേർക്കുന്നതാണ്, അറക്കപ്പൊടി ചേർക്കുന്നതാണ്. ഇതൊക്കെ പുറമെയാണ് ടാറ്റാറിൻ, സൺസെറ്റല്ലോ പോലെയുള്ള തുണിക്ക് നിറം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന കെമിക്കൽ പോലും ചേർത്ത് ചായപ്പൊടി നിർമ്മിക്കുന്നു. ഒരു തരി പോലും തേയിലയുടെ അംശമില്ല. അപ്പോൾ 100% കൃത്രിമമായിട്ടുള്ള ചായപ്പൊടി. ഇതാണ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മളത് മേടിച്ച് ഉപയോഗിക്കാൻ കാരണം? ബ്രാൻഡഡ് കമ്പനികളിൽ അപേക്ഷിച്ച് ചെറിയൊരു വിലക്കുറവുണ്ടെന്നുള്ള കാരണം കൊണ്ട് നമ്മൾ അതിലേക്ക് മാറുക. ഈ ലാഭം മുഴുവൻ കൂട്ടി വെച്ചാൽ അവസാനം കോഴിക്കോട് എടുക്കില്ല, മംഗലാപുരത്ത് എടുക്കില്ല, മണിപ്പാലിൽ പോകേണ്ടി വരും. അതാരും കണക്കൂട്ടാറില്ല അല്ലെ? ചെറിയ ചെറിയ ലാഭങ്ങൾ കൂട്ടി വെച്ചിട്ട് വലിയ തുകയാക്കി കഴിയുമ്പോൾ അത് തികയാതെ വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, വിറ്റും പെറുക്കിയിട്ടാണെങ്കിൽ ചെയ്യേണ്ടി വരുന്നു അല്ലെ?
നോക്കൂ, നമ്മൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് പഴയ ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് അവർ കഴിച്ച ഭക്ഷണമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പത്തെ ഒരു തലമുറ എടുത്തു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ഒരു തലമുറ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ ദയനീയമായിരിക്കും അല്ലെ. നമ്മുടെ അവസ്ഥയൊക്കെ തന്നെ ഇപ്പൊ RCMൽ വന്നോണ്ട് പിടിച്ചു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് കണ്ടറിയേണ്ടി വരുമായിരുന്നു അല്ലേ രഞ്ജി സാറേ? അങ്ങനെയാണ്. അപ്പൊ കാരണം എന്താ, ഇവിടെ ഇരിക്കുന്ന കുറെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ അതിൽ ന്യൂട്രിചാർജിൽ എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. ഫുഡ് സപ്ലിമെന്റുകളെ പറ്റിയൊക്കെ ആളുകളോട് പറയുമ്പോൾ ഒരു പരിഹാസ. ഈ പൊടിയും ഗുളികയൊക്കെ വിഴുങ്ങിയിട്ടാണ് ഇത്രയും ആളുകൾ ജീവിച്ചതെന്നാ ചോദിക്കുക അല്ലെ. ഈ പൊടിയുടെയും ഗുളികയുടെ ആവശ്യം എപ്പോഴാണ് വരികയെന്നറിയോ? ഓൾറെഡി വന്നു കഴിഞ്ഞു, പണ്ടേ ആവശ്യമുള്ളതാണ്. പക്ഷെ നമുക്കൊരു തിരിച്ചറിവുണ്ടായത് അതിന് വേണ്ടിയിട്ട് കൊറോണ വരേണ്ടി വന്നിരുന്നു അല്ലെ. കൊറോണ വന്നതിന് ശേഷം നമ്മൾ കേട്ടു പ്രോട്ടീൻ കൂടുതൽ ഉപയോഗിക്കണം അല്ലെ, വൈറ്റമിൻ സി ധാരാളം ഉപയോഗിക്കണം എന്നൊക്കെ കേട്ടത് എപ്പോഴാ? കൂടുതൽ കേട്ടതും കൂടുതലിലേക്ക് തിരിഞ്ഞതും കൊറോണ വന്നതിന് ശേഷം. അപ്പൊ വലിയൊരു മഹാമാരി വന്നപ്പോഴാണ് എന്റെ ശരീരത്തിൽ വേണ്ട സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായത്. അത്രയും വലിയ തിരിച്ചറിവ് തന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ഇതിനു വേണ്ടിയുള്ള വാക്സിൻ 2 ഡോസ് 3 ഡോസ് ഒക്കെ എടുത്ത ആളുകളുണ്ട് അല്ലെ, ബൂസ്റ്റർ ഡോസ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ട്. ഞാൻ അതിനെ കുറ്റം പറയല്ല. പക്ഷേ വലിയൊരു സദ്യ നടക്കുകയാണ്. ആ സദ്യയിൽ സാമ്പാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ വന്നു, സാമ്പാർ തികഞ്ഞില്ല എന്ന് കൂട്ടിക്കും. എന്താ ചെയ്യാ? പാചകക്കാരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? കുറച്ച് കഞ്ഞിവെള്ളം കൂടെ എടുത്തിട്ട് അതിൽ ഉള്ള സാമ്പാർ ചേർത്ത് ലേശം ലൂസാക്കി പിടിപ്പിക്കും അല്ലെ, എന്നിട്ട് അങ്ങോട്ട് വിളമ്പും. അപ്പൊ ഒരേ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്ന ആളുകൾ 2 അഭിപ്രായം പറയും. ആദ്യം സാമ്പാർ കഴിച്ച ആൾ പറയും സാമ്പാർ നല്ല രസമുണ്ടായിരുന്നു, സാമ്പാർ രസമുണ്ടായിരുന്നോ? എന്ത് രസം, ഒരു ഗുണം ഉണ്ടായിരുന്നില്ലോ. കാരണം എന്താ, ആദ്യം കഴിച്ച സാമ്പാറിന് രസം ഉണ്ടായിരുന്നു, ലൂസാക്കിയ സാമ്പാർ കഴിച്ചപ്പോൾ ഗുണമുണ്ടായില്ല. സത്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം ഈ പറയുന്ന മഹാമാരി വന്നപ്പോ ഇതിനൊരു വാക്സിൻ വേണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് കണ്ട് ചൂടോടെ എടുത്തത് ചൂടോടെ മനുഷ്യരിൽ പരീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് ഇനിയും കാലം കിടക്കുകയാണ്. 6-7 വർഷം വരെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹൃദയത്തിനാണെന്ന് പറയുന്നു. കുഴഞ്ഞു വീണ് മരണം കൂടുകയാണോ ചെയ്തത്, കുറയാണോ ചെയ്തത്? ഒരു ചുമ വന്നാൽ 3 ദിവസം നിൽക്കേണ്ട ചുമ ഇന്ന് 30 ദിവസം കൊണ്ട് മാറുന്നുണ്ടോ? പനി വന്നാൽ മാറുന്നുണ്ടോ? നമ്മുടെ ഇമ്മ്യൂണിറ്റി എവിടെ പോയി അല്ലേ? നോക്കൂ, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വരുന്ന വിഷങ്ങളും മായങ്ങൾക്കും പുറമെ നമ്മളെ ഈ പറഞ്ഞ പോഷകന്യൂനതയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കില്ലാത്ത രോഗങ്ങളില്ല. ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് കൂടി എന്തെങ്കിലും അസുഖം പോയാൽ മതി, നമ്മൾ പിടിക്കും. ആ രീതിയിലേക്ക് നമ്മൾ ഇമ്മ്യൂണിറ്റി നശിച്ചു. ഇതിനെ കൂട്ടാൻ എന്താ ചെയ്യാം? അപ്പൊ ഒന്ന് നിത്യോപയോഗ സാധനങ്ങൾ ബ്രാൻഡ് മാറി ഉപയോഗിക്കുക. രണ്ടാമത്തേത് ന്യൂട്രിചാർജ് എന്ന് പറയുന്ന RCMൽ കിട്ടുന്ന ന്യൂട്രിചാർജ് എന്ന സെഗ്മെന്റ് ഉൽപ്പന്നങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, നാളത്തേക്ക് വെക്കരുത്. കാരണം എന്താണെന്നറിയോ? ഈ വാക്സിൻ കണ്ടുപിടിച്ചു, വാക്സിൻ എടുത്തു, 2 ഡോസ് വാക്സിൻ എടുത്തു. ഒരു ഡോക്ടർ, ഈ 2 ഡോസ് വാക്സിൻ എടുത്ത ഡോക്ടർ കോവിഡ് വന്ന് മരിച്ചു. വാക്സിനെ ഞാൻ കുറ്റം പറയില്ല, ഡോക്ടറെയും കുറ്റം പറയില്ല. എന്താ സംഭവിച്ചത് അവിടെ? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രോട്ടീന്റെ അളവ് കുറവായിരുന്നു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുരേഷ് സാറിന്റെ ഒക്കെ പ്രോഗ്രാമിൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. വെയിറ്റ് ഇൻറ്റു 1 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം മിനിമം കൺസ്യൂം ചെയ്യണം. മിനിമം ആവശ്യകത അതാണ്. ആ 1 ഗ്രാം പോയിട്ട് നമുക്ക് വേണ്ടതിന്റെ പകുതി പോലും നമ്മളിന്ന് കൺസ്യൂം ചെയ്യുന്നില്ല. അത് സാധാരണ നിലയിലായിരുന്നെങ്കിൽ, ഇന്ന് കൊറോണ വന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി തീരെ മോശമായ സമയത്ത് ആ ഒരു ഡോസിലും മതിയോ നമുക്ക്? എന്നിട്ട് നമ്മൾ ആ ഡോസിൽ പോലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാനിരിക്കുന്നത് പരസ്യവാചകം പറഞ്ഞ പോലെ വലിയ വില കൊടുക്കേണ്ടി വരും. കേട്ടിട്ടില്ലേ? ഇനിയും നമ്മൾ പഠിച്ചിട്ടില്ല. ഇനിയും മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ വലിയ പൈസ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും, ഒരു സംശയമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് സെഗ്മെന്റിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി അത് പരിഹരിക്കാനായിട്ട് പ്രോട്ടീൻ പൗഡർ, വിവിധ തരം പ്രോട്ടീൻ, സ്ട്രോബെറി ഉള്ളത്, കൊക്കോവ, അതുപോലെ തന്നെ കേസർ പിസ്ത, ഓൾപ്രോ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നൊക്കെ. ഇന്ന് രാവിലെ PVMFO-G കഴിച്ച് എത്ര വരുന്നത് ചോദിച്ചു? അപ്പൊ വളരെ കുറവാണ്. PVMFO-G എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകളും ഒരുപക്ഷെ കൂട്ടത്തിലുണ്ടാവും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്ന് എത്ര ആളുകൾ കൈവന്നിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കേൾക്കുന്നത്. ഇവിടെ എന്തോ ഉദ്ഘാടനം നടക്കുന്നു കേട്ട് പോകാന്ന് വിചാരിച്ച് വന്നവരാണ്. അപ്പോഴാണ് വ്യത്യസ്തമായ ചില ചടങ്ങുകൾ നടക്കുന്നത്, ആരോഗ്യത്തെ പറ്റി പറയുന്നത് അല്ലേ. PVMFO-G എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. P എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, B എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ്, M എന്ന് പറയുന്നത് മിനറൽസ് ആണ്, F ഫൈബർ ആണ്, O എന്താണ്? omega-3 ആണ്, G ഗാമ-റൈസനോൾ ആണ്. അപ്പോ ഇതെന്താണെന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആരോട് ചോദിച്ചാല്, നിങ്ങളെ ഇങ്ങോട്ടേക്ക് ആരാണോ നിർബന്ധിച്ച് കൈപിടിച്ച് വന്നവര് അവരോടൊന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് ഏത് അളവിൽ ചെല്ലണമെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറായ നമുക്ക് രോഗങ്ങള് നമുക്ക് കുറെയൊക്കെ പ്രതിരോധമാണ് നമുക്ക് വേണ്ടത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതാണോ നല്ലത്, പ്രതിരോധിക്കുന്നതാണോ നല്ലത്? പ്രതിരോധിക്കുക. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. വ്യായാമം നല്ലതാണോ? രാവിലെ വൈകുന്നേരം നടക്കുന്നത് നല്ലതാണോ? യോഗ ചെയ്യുന്നത് നല്ലതാണോ? എത്ര പേര് ചെയ്യുന്നു?
കൈബന്ധിക്കണ്ട, കാരണം കുറെ പേര് കൈബന്ധിക്കാത്തവരുണ്ട്, അവർക്ക് വിഷമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ചില മലയാളികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? ഒരു കൈയടി. മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം, എല്ലാം അറിയാം അല്ലെ? പക്ഷെ ചെയ്യോ? ചെയ്യില്ല. യോഗയെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ഞാൻ 10 പ്രാവശ്യം വായിച്ചു. ഇത്ര വലിയ വലിപ്പമുള്ള പുസ്തകം 10 പ്രാവശ്യം വായിച്ചു. പറഞ്ഞാൽ യോഗ ചെയ്യൂല അല്ലേ? നടക്കുന്നത് നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ രാവിലെ നടക്കൂല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഈ പോഷക ന്യൂനതകളുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ന്യൂട്രിചാർജ് സെഗ്മെന്റിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കൂടെ വ്യായാമം കൂടെ ചെയ്യും. അപ്പോൾ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ കഴിച്ചാൽ പോലും 70% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി 30% എന്ന് പറയുന്നത് ഇതിനുള്ളതാണ്, വ്യായാമത്തിനുള്ളതാണ് അല്ലെ? അത് ചെയ്താൽ മാത്രമേ ഇത് കഴിച്ചത് കൊണ്ട് പോലും ഗുണം കിട്ടുന്നുള്ളൂ. അപ്പൊ വെള്ളം എത്ര കുടിക്കണം, അന്നജം എത്ര കഴിക്കണം, കൊഴുപ്പ് എത്ര മാത്രം വേണം നമ്മുടെ ശരീരത്തിൽ, എത്ര പ്രോട്ടീൻ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം, അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസിന്റെ ഒക്കെ അളവ് എന്താണ് ഒരു ദിവസത്തെ, അറിയോ നമുക്ക് അല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയാൻ നമുക്ക് പറ്റും അല്ലേ? എന്താ ചിലരൊക്കെ സംസാരിക്കുന്ന കേട്ടതല്ലോ, ഭയങ്കര എൻസൈക്ലോപീഡിയാണ് അതിനെ കുറിച്ചൊക്കെ. പക്ഷെ എത്ര വെള്ളം കുടിക്കണം മാഷ ഒരു ദിവസം? അതിപ്പോ 2 ലിറ്റർ 3 ലിറ്റർ അല്ലെ? 2 ഗ്ലാസ് 8 ഗ്ലാസ് 10 ഗ്ലാസ് ഒരു കണക്കുമില്ല. ഉള്ളപ്പം കുടിക്കുക, ദാഹിക്കുമ്പോൾ കുടിക്കുക, വെള്ളം കിട്ടിയാൽ കുടിക്കുക, ഇതൊക്കെ അല്ലേ? അങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്. ആദ്യമായിട്ട് വന്നവർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിന്റെ കണക്കെന്ന് പറയുന്നത് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള അനുപാതത്തില് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ കുടിച്ചാൽ വെള്ളം കൊണ്ട് മാറേണ്ട ഒരുപാട് രോഗങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ? വെള്ളം കുടിച്ചാൽ മാറുന്ന കുറെ രോഗങ്ങളുണ്ട്, അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലും നമ്മൾ പിശുക്കാണ്, വെള്ളം കുടിക്കില്ല. കരിവാരക്കുണ്ടിന് വെള്ളത്തിന് ക്ഷാമമുണ്ടോ? പക്ഷെ വന്നത് കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകൾ അല്ലെ? ഇവിടെ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വന്നത്. കണ്ണൂരിൽ നിന്ന് വന്ന എത്ര പേരുണ്ട്? കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ കൈബന്ധിക്കും. ഞാനടക്കം 3 പേരേ ഉള്ളൂ അല്ലേ? ഇത് ഞാനിപ്പോ പറയാനൊരു കാരണമുണ്ട്. കാരണം മൂർത്തി സാറ് തുടക്കത്തിൽ ചോദിച്ചു തൃശ്ശൂരിൽ നിന്ന് വന്ന എത്ര പേരുണ്ട്, മലപ്പുറത്ത് നിന്ന് എത്ര പേരുണ്ട്. അന്നേരം കണ്ണൂർ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കെങ്കിലും ഒന്ന് പറയണല്ലോ, അതിനോട് ഞാൻ പൊന്നിച്ചു. അപ്പൊ നമ്മളോട് കൈബന്ധിക്കും. നല്ലൊരു കൈയുടെ കണ്ണൂരിൽ നിന്ന് വന്നവർക്ക് വേണ്ടി. ഓക്കെ, അപ്പോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട് അല്ലെ? ഫുഡ് സപ്ലിമെന്റുകളുണ്ട്. അപ്പൊ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. 60 കിലോ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം. ശരി, കോഴിക്കോട് നിന്ന് കൈബന്ധിച്ചില്ലേ? താഴെ ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചു കേൾക്കാത്തോണ്ട. ഇപ്പൊ ഒന്ന് കോഴിക്കോട് നിന്ന് കൈബന്ധിക്കൂ. പ്രത്യേക അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരും ഉണ്ട്, എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും പിശുക്കാണ്. വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുടിക്കില്ല അല്ലേ? വെള്ളം കുടിക്കാറുണ്ടോ? പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നവന് ആരാ വെള്ളം കുടിക്കുന്നത് അല്ലെ? ഇങ്ങനെയൊക്കെയാണ് മറുപടി ഉണ്ടാവുക. പക്ഷെ വേണ്ട വെള്ളം ആരും കുടിക്കാറില്ല. 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ട ആള് ലിറ്ററിന്റെ കുപ്പിയിൽ 3 കുപ്പിയിൽ നിറച്ച് വെച്ചിട്ട് രാവിലെ മുതൽ അതങ്ങോട്ട് കുടിച്ചു തീർക്കുക. ആ അളവിൽ വെള്ളം ശരീരത്തിലേക്ക് ചെല്ലും അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്താ പറയാന്നറിയോ? ഞാൻ കുടിക്കുന്നുണ്ട് രാവിലെ ഇഷ്ടം പോലെ. ആ രാവിലെ കുടിക്കുന്ന 1-2 ഗ്ലാസ് വെള്ളം ഒരാൾ ശരാശരി വെള്ളമായിട്ട് കുടിക്കുന്നുണ്ട്. ബാക്കി ചായ, കാപ്പി, ജ്യൂസ് ഇതൊക്കെയാണ് അല്ലെ വെള്ളമായിട്ട് കുടിക്കുന്ന ആൾ വളരെ കുറവാണ്. സത്യത്തില് നമ്മുടെ ബോഡിയിൽ ഒരു 76% വെള്ളമാണെന്ന് പറയുമ്പോഴും മിനിമം 55% വേണമെന്നാ പറയാ. പക്ഷെ ആ മിനിമം കിട്ടണമെങ്കിൽ മിനിമം വെള്ളം കുടിക്കണം അല്ലെ? പരിശോധനയിൽ മിനിമം കിട്ടണമെങ്കിൽ മിനിമം വെള്ളം കുടിക്കണം. അപ്പൊ ആ വെള്ളം കുടി പോലും നമ്മൾ വേണ്ടത്ര വെള്ളം നമ്മൾ കുടിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, വെള്ളം കുടിക്കാതെ വരുന്ന രോഗത്തിന് കഴിക്കുന്ന ഗുളിക കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ? എങ്ങനെ കഴിക്കാം? വായിലേക്ക് ഇടും, തീർന്നു. അതിന് പോലും വെള്ളം കുടിക്കണം. അത്രയ്ക്ക് പിശുക്കാണ്. ഇതാണ് നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് ശരിയായ ക്രമീകരണം. അന്നജം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമയം ഏകദേശമായി, വിളി വരും. ഇപ്പൊ വിളി വന്നു പലർക്കും അല്ലേ? അപ്പൊ അത് വന്നാൽ നമുക്ക് പിടിച്ചേക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചേ പറ്റും. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊന്ന് നിയന്ത്രിക്കുക. പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഇവിടെ കിട്ടാൻ പോകുന്ന ഫുഡ് എങ്ങനത്തെ പറയാൻ പറ്റില്ല. നല്ല വെജിറ്റേറിയൻ വേദികളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ നമ്മളെ കൺട്രോളും അളവൊക്കെ നമ്മൾ തെറ്റിക്കും അല്ലേ? സാഹചര്യം അനുസരിച്ച് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാ. ആമാശയത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് കഴിച്ചോളാനാണ് WHO പറഞ്ഞത്. ആമാശയത്തിന്റെ വലിപ്പം കണ്ട് എത്ര ആൾക്കാർ ഇപ്പൊ ഈ കൂട്ടിലിരിക്കുന്നുണ്ട്? ആമാശയത്തിന്റെ വലിപ്പം, സ്വന്തം ആമാശയത്തിന്റെ വലിപ്പം കണ്ടവര് ന്യൂട്രിചാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം. അല്ലാത്തവരോടാ ചോദ്യം ഇല്ലേ? അതൊക്കെ നമ്മൾ നേരി കണ്ടിരുന്നെങ്കിൽ നമ്മള് ഭക്ഷണം കഴിക്കുന്ന ചിലപ്പോൾ നിർത്തിപ്പോകുന്നു അല്ലെ? വളരെ കുറഞ്ഞ അളവേ ഉള്ളൂ കേട്ടോ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ 2 കൈ ഇതെങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കിയേ. 2 കൈ ഇങ്ങനെ. പുതിയ ആളുകൾ, പഴയ ആളുകൾ ചേർത്ത് പിടിക്കണമെന്നില്ല. അവർക്കറിയാം അളവൊക്കെ. അളവിൽ കഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ചേർത്ത് പിടിച്ചോളൂ. ഇതാണ് അളവ് കേട്ടോ. ഇനി ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്
ഇങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇവിടെ പിടിച്ചു നോക്കുക, ഈ അളവിലാണോ കഴിക്കുന്നത് എന്നുള്ളത്. ഒരു സംശയം വേണ്ട, അതിൽ കൂടുതൽ അളവാണെങ്കിൽ പണി ഇത് കിട്ടും നമുക്ക്, ഒരു സംശയം വേണ്ട. പണ്ട് ഭക്ഷണം ഇല്ലാതെയായിരുന്നു മരണമെങ്കിൽ ഇന്ന് അമിത ഭക്ഷണം കൊണ്ടുള്ള മരണമാണ് കൂടുന്നത്, അല്ലെ? അതുകൊണ്ട് ഏറ്റവും കൺട്രോൾ വേണ്ടത് അന്നജത്തിലാണ്, കാർബോഹൈഡ്രേറ്റിലാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം നമുക്ക് വേണ്ടത്. അതിനുശേഷം ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് എന്ന് പറയുന്ന വിചാരിക്കും അതിനെ അകറ്റി നിർത്തേണ്ടതൊന്നുമല്ല. കൊഴുപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഒന്ന് തന്നെയാണ് ശരീരത്തിൽ. ബ്രെയിനിലൊക്കെ 70% കൊഴുപ്പാണെന്ന് പറയുമ്പോൾ കൊഴുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്നത്തെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ആകെയുള്ള സമ്പാദ്യം ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയത് കൊഴുപ്പാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ആ അവസ്ഥയിലാണ്. അത് എപ്പോഴും അറിയാം. ബോഡി സ്കാനർ ചെക്കപ്പ് എന്നൊരു സംവിധാനം ഉണ്ട്, അല്ലേ? ആ സ്കാനറിൽ ഒന്ന് കയറി നിന്നാൽ 10ഓളം കാര്യങ്ങൾ അതിൽ കിട്ടും. അതിലൊന്ന് കയറി ഒന്ന് നിൽക്കണം എല്ലാവരും. വലിയ പൈസ മുടക്കൊന്നുമില്ല. കാരണം അത്രയും കാര്യങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയണമെങ്കിൽ ഏകദേശം 6000-7000 രൂപ കൊടുത്താൽ അറിയാൻ കഴിയുള്ളൂ. ഇവിടെ സൗജന്യമായിട്ട് നമ്മളെ ലീഡേഴ്സ് ചെയ്തും അതിലൊന്ന് കയറി നിൽക്കും. 10ഓളം കാര്യങ്ങൾ അറിയാം. ശരീരത്തിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിയാം, അതുപോലെ എല്ലിന്റെ ഡെൻസിറ്റി എത്രയുണ്ടെന്ന് അറിയാം, BMI അറിയാം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രായം അങ്ങനെയുണ്ടോ? അങ്ങനെയാ നമ്മൾ പ്രായം ചോദിച്ചാൽ എന്താ പറയാ? 2 വയസ്സ് കുറച്ച് പറയാൻ പറ്റുമോ നോക്കൂ, അല്ലേ? 40 വയസ്സ് 30 വയസ്സ് വരെ അത് ക്രോണിക്കൽ ഏജ് ആണ്. ബയോളജിക്കലായിട്ട് ഏജ് ഉണ്ട്, അത് തിരിച്ചറിയാൻ പറ്റുന്ന എക്യുപ്മെന്റ് ആണല്ലോ. അപ്പൊ അതിലൊക്കെ കയറി നിൽക്കുക. BMR ശരീരത്തിന്റെ കാര്യക്ഷമത അറിയാൻ വേണ്ടി പറ്റും. 10ഓളം കാര്യങ്ങൾ അറിയാം. ഇത് അറിഞ്ഞാൽ എന്താ ഗുണം? ചില ആൾക്കാർ പറയും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ, ഇതൊന്നും അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. കാരണം രോഗം ഉണ്ടെന്ന് അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. അറിയുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നറിയും, നമ്മൾ പറയില്ലേ കണ്ണിക്കൊള്ളേണ്ടത് പിരുകത്തെ കൊണ്ടുപോയി എന്ന് പറയാറില്ലേ? അങ്ങനെ പോകണമെങ്കിൽ മുൻകൂട്ടി അറിയണം. അതിന് ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എല്ലിന്റെ ഡെൻസിറ്റി എത്രയുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഭൂരിഭാഗം ആളുകളും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ വേണ്ടത്ര എല്ലിന്റെ ഡെൻസിറ്റി ഇല്ലാത്തവരാ. കാരണം എന്താണെന്നറിയോ? നമ്മൾ എന്തിനും ഏതിനും കഴിക്കുന്ന പാരസെറ്റമോൾ, അല്ലെ? നിരോധിച്ച ഗുളികയാണെന്ന് അറിയാമല്ലോ, അല്ലെ? പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കും. പനി വന്നാൽ ആകെ കിട്ടുന്നത് പാരസെറ്റമോളാണ്. ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പഞ്ചസാര വേണ്ട. കുറച്ച് പേര് കൈബന്ധിക്കും, കുറച്ച് പേര് കൈബന്ധിക്കില്ല. പിന്നെ എന്തിനാ വെറുതെ, അല്ലേ? അത് ഒഴിവാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? വെളുത്ത വിഷമാണ്. വെളുത്ത വിഷത്തിന്റെ 5 എണ്ണത്തിന്റെ കൂടുതൽ ഒന്ന് മാത്രമാണ് പഞ്ചസാര. ബാക്കി ഏതൊക്കെയാ? മൈദ, പാല്, ഉപ്പ്, വെളുത്തിയരി, അപ്പൊ അല്ലായി, അല്ലേ? ഓക്കെ, ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇല്ലാണ്ട് പിന്നെ എങ്ങനെയാ? ചില ആൾക്കാർ പറയുന്നറിയോ, ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടെങ്കിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല, എന്നാലും തിരക്കുള്ള കഴിക്കാതെ പറ്റും. ചില ആൾക്കാർ വായിച്ചില്ല. അങ്ങനെയുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതല്ല, ഏതെങ്കിലും തരത്തിലൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ, ഇതൊന്ന് ഉപയോഗിച്ചാൽ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഷുഗർ മുതൽ കൊളസ്ട്രോള്, BP, അൾസർ, പൈൽസ്, ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്, അല്ലെ? എങ്ങനെയാ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്? എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെ? അതിന് നമ്മൾ എന്താ ചെയ്യാ? രോഗം വന്നാൽ എന്താ ചെയ്യാ? ഡോക്ടറെ കാണിക്കും, അതല്ലേ? മരുന്ന് മേടിക്കും, അല്ലെ? അതാണോ അതിന്റെ രീതി? അത് വേണം. പക്ഷേ ശരിയായ ജീവിതശൈലി കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റണം. അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്, അല്ലെ? അവിടെയാണ് രാവിലെ എഴുന്നേൽക്കണം, കുറച്ച് വ്യായാമം ചെയ്യേണ്ടി വരും, കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടി വരും. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് കൃത്യമായ പ്രോട്ടീന്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടി അത് ചെയ്യേണ്ടി വരും. വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന ടാബ്ലറ്റുകൾ കഴിക്കേണ്ടി വരും. ശരിയായിട്ട് ഉറങ്ങേണ്ടി വരും. ആളുകളൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം കിട്ടുന്നുണ്ടോ? ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കിടന്നാൽ ഉറക്കമില്ല, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാന്നുള്ളതല്ലാതെ ഉറക്കം വേണ്ടത്ര കിട്ടുന്നില്ല. ഉറക്കത്തിൽ പോലും നമുക്ക് നല്ല ഉറക്കം ഉറങ്ങിയാൽ പോലും നല്ല ആരോഗ്യം കിട്ടും, അല്ലെ? ഉറക്ക സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതൊക്കെ ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ആയാൽ തന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. പക്ഷെ അതിലൂടെ കിട്ടേണ്ട ഹോർമോൺസ് ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ആവില്ല. കാരണം ഉറങ്ങാൻ കിടക്കുന്നത് എപ്പോഴാണ്? ഉറങ്ങുന്നുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന പ്രോട്ടീൻ പൗഡർ, ടാബ്ലറ്റുകൾ, കുട്ടികൾക്കുള്ളത്, സ്ത്രീകൾക്കുള്ളത്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടുവേദന, അതുപോലെ അമിതവണ്ണം, ഇനി വണ്ണം ഇല്ലാത്തത്, ഇതൊക്കെ പ്രശ്നമാണല്ലേ? ചിലര് എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരം ഇങ്ങനെ മെലിഞ്ഞിരിക്കും. അവരുടെ ആഗ്രഹം എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഒന്ന് തടിച്ചു കാണാൻ വേണ്ടി അവരാഗ്രഹം. അവരെ നിരാശരാക്കുന്നില്ല, അതിനുവേണ്ട പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെ? ഇനി ചിലർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, അതിനുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? ഇനി ഇതൊക്കെയാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ന്യൂട്രിചാർജ് സെഗ്മെന്റില് ന്യൂട്രിചാർജ് ബയോ ഏജ് എത്ര പേര് ഉപയോഗിക്കുന്നു? ന്യൂട്രിചാർജ് ബയോ ഏജ്,
ഓക്കെ, താങ്ക് യു, കൈതാത്തിക്കോളൂ. അപ്പൊ എന്താണ് അതിൽ ഉപയോഗം കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാ അത് കഴിക്കുന്നത്? കാരണം എന്താ, അത് എന്തിനുള്ളതാ? ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാ അല്ലെ? ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലിവർ ഓക്കെ ആയാൽ എല്ലാം ഓക്കെ ആയി എന്നാ പറയാം. കാരണം ലിവറിന്റെ പണികൾ അത്രയാണ്. 500ഓളം പണികൾ എടുക്കേണ്ട ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തില് ആ പറഞ്ഞ ഓർഗൻ. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു, ഓടുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഹൃദയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലേ? അറ്റാക്ക് വരരുത്, അത് പേടിച്ചിട്ടാണ് ഇറങ്ങി നടക്കുന്നത്, ഓടുന്നത്. പക്ഷേ 500ഓളം പണിയെടുക്കേണ്ട ലിവറിനെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ് നോട്ടിച്ചാർജ് ബയോയേജ്. ഇനി അതിനു മുമ്പേ മഞ്ഞപ്പിത്തം പോലെയുള്ള ലിവറിന് കംപ്ലൈന്റുകൾ, ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ വന്നവർക്കും അതിനു മുമ്പേ ഉപയോഗിക്കാം. ലിവറിനെ പക്ക ക്ലിയർ ആക്കും. 72ഓളം മൂലകങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള മൂലകങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ബയോയേജ് രാത്രി ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ മുമ്പ് കഴിച്ച് നല്ലപോലെ വെള്ളം കഴിച്ച് കിടന്നാൽ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? സുഖശോധന എന്ന് പറയും. ശോഭനയല്ല, എന്താണ്? ശോധന. അത് കിട്ടിയ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രകാശം ഉണ്ടാവും അല്ലെ? ശരിയായ ശോധന ഇല്ലാത്ത ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ആ അസ്വസ്ഥത അല്ലെ? പക്ഷെ നല്ല ശോധന ഉണ്ടെങ്കിലോ ആളെപ്പോഴും നല്ല മൈൻഡ്, പ്ലസന്റ് മൈൻഡ് ആയിരിക്കും. അപ്പോ ഏറ്റവും നല്ല സാധനമാണ്, അതിനോട് സഹായിക്കുന്നു. അതിനു മുമ്പേ പറയുന്നത് ഒരു ഉദർസഫ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. ഇതാണ് ഏതൊരു മരുന്ന്, നമ്മുടെ സപ്ലിമെന്റ് ആയിക്കോട്ടെ, മറ്റു ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഇതിലും പറ്റിയൊരു സാധനം വേറെയില്ല. ശോധന പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഓടിപ്പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ പോയിട്ട് ചെറിയൊരു ഗുളിക മേടിച്ച് കഴിക്കും അല്ലേ? നല്ല ശോധന ഉണ്ടാവും. പിന്നീട് ശോധന കിട്ടണമെങ്കിൽ അതൊരു ശീലമാക്കി മാറും, അതിന് അഡിക്റ്റ് ആയിട്ട് മാറും. ഒരു സംശയം വേണ്ട, അത് ഉപയോഗിച്ചാലേ പോകൂ എന്നുള്ള അവസ്ഥ വന്നാൽ ഭാവിയിൽ അവരെ കാത്തിരിക്കുന്നത് മലാശയ ക്യാൻസറാണ്. റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചിട്ട് കാര്യം സാധിക്കാതെ വിചാരിക്കേണ്ട. കാര്യം ശരിക്കും സാധിക്കാത്ത എന്തുകൊണ്ടാ? ഭക്ഷണത്തിൽ വേണ്ടത്ര ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ തവിടെണ്ണ. ഇതിപ്പോ സുഖശോധനയ്ക്ക് നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള തവിടെണ്ണ. ഇത് പറയാതെ ഒരു പ്രോഗ്രാം നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക്. കാരണം എന്താണെന്നറിയോ? എന്തായിരിക്കും കാരണം? അതാണ്, ഒന്ന് പറയും. തവിടെണ്ണ കുടിച്ച് കാണിച്ച ആള്. താങ്ക് യു. ഞാനായിട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് ബിപിയുടെ വേരിയേഷൻസ് ആയിരുന്നു. അതായത് ചിലപ്പോ ഹൈ BP, ചിലപ്പോ ലോ BP. എങ്ങനെയാ പറയാൻ പറ്റിയത് എന്താണെന്നുള്ളത് അല്ലേ? ഒരേപോലെ നിലനിൽക്കാൻ അതിനുള്ള മെഡിസിൻ ഞാൻ കരുതിയാൽ മതി. അപ്പോ ആ പ്രശ്നം നിന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി 2 ടീസ്പൂൺ വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ തുടങ്ങി. സത്യത്തില് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കോട്ടൺ ടൈയൊക്കെ കെട്ടി എന്നിട്ട് ഇത്രയും നേരം ഞാൻ സംസാരിച്ചു. നിങ്ങൾ വിചാരിക്കും ആള് ഭയങ്കര ഒന്നുമല്ല. ഒരു 10 ആളെ മുമ്പിൽ നിവർന്ന് നിന്ന് സംസാരിക്കാനോ ആളുകളുടെ മുമ്പിൽ നിൽക്കാനോ പോലും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഉൾവലിയ നാൾ സ്വഭാവക്കാരനായിരുന്നു. എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന സത്യം പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതിനെപ്പറ്റി പറയാതെ ഒരു പ്രോഗ്രാം എനിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോ എന്താണ് ഈ സാധനം? അരിയുടെ തവിടിൽ നിന്ന് ഫിസിക്കലി റിഫൈൻ ചെയ്തെടുക്കുന്ന ഹെൽത്ത് ഗാർഡ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ. അത് നമ്മൾ വേണ്ടിയിരിക്കുന്നതാണ് ഹെൽത്ത് ഗാർഡ് ഓയിൽ. ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന എണ്ണ. ഇതിനെപ്പറ്റി മാത്രം മുർസാലൊക്കെ പണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ് എടുക്കുമായിരുന്നു അല്ലേ? അത്രയ്ക്കും പറയാൻ. പക്ഷെ അതിന്റെ സമയം നമുക്കില്ല. ചുരുക്കത്തിൽ പറയാം, 33ഓളം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരു പരിധിവരെ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അമൃതത്തിന് തുല്യമായിട്ട് പ്രൊഡക്റ്റാണ് ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. നല്ലൊരു കൈയടി കൊടുത്തേ പറ്റൂ. കൈയടിക്കാത്തവർ കൈയടിച്ച് പറ്റുള്ളൂ. ഇത് കുടിച്ചു നോക്കുമെന്ന് ഞാൻ ഇന്നേ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. ഞാൻ എന്താ പറയാന്നറിയോ? കുടിക്കണം എന്നാ പറയാ. ഇത് കർശനമാണ്. മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കുടിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ പറയാം. കാരണം എന്താ? കുടിച്ചാൽ അതിന്റെ റിസൾട്ട് അതാ, അത്രമാത്രം റിസൾട്ടാണ്. ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥകളൊക്കെ ശരിയായി, ദഹന പ്രക്രിയയൊക്കെ ശരിയായി. ഋഷി സാറ് എന്താണത്, റീഫ്രഷർ അല്ലേ? തീർച്ചയായും ഋഷി സാർ കൊണ്ടുവന്ന സാധനം മറ്റേ ഫ്രൂട്ടിയോ മാംഗോ ഒന്നും അല്ല കേട്ടോ. എന്താണത്? റീഫ്രഷറാണ്, ന്യൂട്രിചാർജിന്റെ. നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാറില്ലേ? എത്ര പൈസയുടെ ഫോണാണെങ്കിലും ചാർജ് പോയി പിന്നെ റീചാർജ് ചെയ്യണ്ടേ? നമ്മുടെ ശരീരത്തിന് എങ്ങനെയാ ചാർജ് ചെയ്യുക? അതിനാണ് ന്യൂട്രിചാർജ് എന്ന് പറയുന്ന സംഭവം തന്നിരിക്കുന്നത്. അതിൽ നമുക്കൊരു 3 മണിക്കൂർ നേരത്തേക്ക് വിശപ്പും ദാഹം അറിയാതിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫോർമുലയാണ് അതിലുള്ളത്. അത് കഴിയുന്നത്ര ആളുകളൊന്നും മേടിച്ച് കുടിച്ചോളൂ. കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാവകാശം കുടിച്ചാൽ മതി. തിരക്കിട്ട് കുടിച്ചാൽ എവിടെയും പോകാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തിരക്കിട്ട് കുടിക്കരുത്. അപ്പൊ അതിന്റെ റിസൾട്ട് പറയും. സാവകാശം കുടിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ പറയുകയും ചെയ്യാമല്ലോ അല്ലേ? അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് മേടിച്ച് ഉപയോഗിക്കുക. അതിൽ പ്യൂർ നാച്ചുറൽ ആണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ് ആ സാധനം. അങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലില്ല. എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ പേര് ധാരാളം പ്രൊഡക്റ്റിൽ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ചേർത്തിരിക്കുന്നത് ചുവന്ന മുന്തിരി, അനാറ്, പിന്നെയോ തോരൻ എന്ന് പറയുന്ന ഘടകം അതിലുണ്ട് അല്ലേ? ഈ തോരൻ സാധാരണഗതിയിൽ ചേർക്കാന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്.
അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറയണ്ട. ഓക്കെ, നോൺ ആയിട്ടുള്ള സാധനം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ റിജു സാർ ചിരിക്കുന്നു, മൂന്ന് സാർ ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതിലുള്ള ടോറിൻ എന്ന് പറയുന്നത് വത്തക്ക, തണ്ണിമത്തൻ എന്ന് പറയുന്നില്ലേ, അതിലുള്ള ടോറിനാണ്. അത് പ്യൂർ വെജിറ്റേറിയൻ ആണ് അല്ലേ. അതിലെവിടെയായി ടോറിൻ ഇരിക്കുന്നത്? നമ്മൾ കളയുന്ന ആ പീസിൽ. കാരണം എന്താണെന്നറിയോ, തണ്ണിമത്തൻ മേടിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശോധന നടത്തിയാൽ മേടിക്കുക. അങ്ങനെ മേടിക്കുക, നമുക്ക് ഉളച്ചു നോക്കും, എന്നിട്ടോ നല്ല ചുമപ്പുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ, മേടിക്കില്ല. ഇച്ചിരി കളർ പറഞ്ഞാൽ പറയും അത് വേണ്ട, പറ്റുന്നതാണ്. അപ്പോൾ എന്നിട്ട് തിന്നുന്നത് എങ്ങനെയാ? മുറിച്ചിട്ട് ചുമപ്പ് തിന്ന് വന്ന് എവിടെയാണോ ചുമപ്പ് തീരുന്നത് അത് കുറച്ച് ഇവിടെ നിർത്തും, മുഴുവൻ തിന്നാൻ നിൽക്കില്ല. എന്നിട്ട് ബാക്കി പീസ് ആർക്ക് കൊടുക്കും? പശുവിന്, ആടിന്, എരുമക്ക് കൊടുക്കും. അവർക്ക് നല്ല എനർജിയാണ്. നമ്മളെ കുറിച്ച് തിന്നത് എന്താണെന്നറിയോ? വെറും വെള്ളം. ഇതിലെന്തേ ഉള്ളൂ? ഈ ചോന്ന ഭാഗത്ത് എന്തേ ഉള്ളൂ? നിറം മാത്രമുണ്ട്, ബാക്കി വെള്ളമാണ്. കുറച്ച് വെള്ളം വേറെ പിടിച്ചാൽ പോരെ, ഈ പൈസ കൊടുത്തത് മേടിച്ച് തിന്നണം. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഗുണമുള്ള ഭാഗം നമ്മൾ തിന്നാതെ അത് കന്നുകാലികൾക്ക് കൊടുക്കുന്നു, അവർക്ക് നല്ല എനർജി ഉണ്ടാവുന്നു, നമുക്ക് വേണ്ടത്ര എനർജി ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ കളയുന്ന ഭാഗത്ത്, അതായത് പച്ചത്തോലിനും ചുമപ്പിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഇതിന്റെ ഈ പറഞ്ഞ ടോറിൻ അടയ്ക്കുന്നത്. പ്യുവർ ടോറിൻ, നല്ല വെജിറ്റേറിയൻ സാധനമാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വിശപ്പും ദാഹവും അറിയാത്തിരുന്നു നല്ലൊരു എനർജി. ഞാനിങ്ങനെ കയറുന്നതിന് മുമ്പ് അത് കുടിച്ചിട്ടാണ് കയറിയത്. അപ്പൊ എനിക്കറിയാം ഭക്ഷണം കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് ഇനി എത്ര മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാൻ വേണ്ടി സമയം ഇവിടെ കുറവാണ്. അപ്പൊ തവിടിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതില് ആന്റി ഓക്സിഡന്റ് ആണ് ചേർന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ കാണുന്ന രോഗങ്ങളുടെ വലിയൊരു പങ്ക് നമ്മൾ പാചകം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. കാരണം ഈ ഷുഗറും കൊളസ്ട്രോളും ഈ കുഴഞ്ഞു വീണു മരണവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊളസ്ട്രോളിന്റെ ഒക്കെ ലെവൽ മാറാനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മോശം എണ്ണകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ സ്വന്തമായിട്ട് വെളിച്ചെണ്ണ, കൊപ്രയൊക്കെ ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്ന എത്ര പേരുണ്ട്? വീട്ടിൽ തന്നെയുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കടയിൽ നിന്ന് മേടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ? നോക്കൂ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും അതിൽ കൈവന്നിരിച്ചത് വളരെ കുറഞ്ഞ ആളുകളാണ്. ബാക്കി ആളുകൾ മുഴുവൻ പുറത്തുനിന്നാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത് അല്ലേ, ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അത് വെളിച്ചെണ്ണയാണെന്ന് ഉറപ്പുള്ള എത്ര ആളുണ്ട്? ആർക്കും ഉറപ്പില്ല. അപ്പൊ ഉറപ്പില്ലാത്ത സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത്. 300 കമ്പനികളുടെ വെളിച്ചെണ്ണ പരിശോധിച്ച സമയത്ത് തേങ്ങയുടെ എണ്ണയൊന്നും അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് റിപ്പോർട്ട് പറഞ്ഞത്. വെളിച്ചെണ്ണ തേങ്ങയെന്നാണ് എടുക്കേണ്ടത് അല്ലേ, പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്യുവർ മിനറൽ ഓയിലുകളാണ്, പാം കർണൽ ഓയിൽ, അതുപോലെ തന്നെ പെട്രോളിയത്തിന്റെ വേസ്റ്റ് ആയിട്ട് ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്ന മെഴുക്ക് സ്വഭാവമുള്ള സാധനമൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് നല്ല സ്മെല്ലൊക്കെ അടിച്ച് കയറ്റി ആ കവറ് പൊട്ടിച്ചാൽ കുടിക്കണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ വരുത്തിക്കൊണ്ടാണ് ഈ സാധനം വെക്കുന്നത്. തെങ്ങിന്റെ ചിത്രം ഉണ്ടാവും, തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴുകി വരുന്നുള്ളൂ. ഇതൊക്കെ പിക്ചർ മാത്രം കേട്ടോ, ഇതൊന്നും അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ആരും നിർബന്ധമില്ല. അപ്പം പരിശോധനയിൽ മനസ്സിലായ കാര്യം. അപ്പൊ അത്തരത്തില് മിനറൽ ഓയിൽ ചേർന്ന എണ്ണകൾ നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഏതെണ്ണ ഉപയോഗിച്ച് ചൂടാക്കുമ്പോഴും അതിൽ ട്രാൻസ്ഫാറ്റ് ഫോം ചെയ്യും അല്ലേ. എന്തുകൊണ്ടാ? താപം താങ്ങാനുള്ള കഴിവ് കുറയുന്ന എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ട്രാൻസ്ഫാറ്റ് ഫോം ചെയ്യും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണയിലും ഫോം ചെയ്യും, നല്ല വെളിച്ചെണ്ണയിലും ഫോം ചെയ്യും. പക്ഷെ എന്താ പറയാൻ കാരണം, അത് ഒരു 110 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം വെളിച്ചെണ്ണ പുകയാൻ തുടങ്ങും. ഈ ദോശയൊക്കെ ചുട്ടവർക്ക് അറിയാം, കല്ലിന്റെ മേലെ ഇങ്ങനെ എണ്ണ തൂത്തിട്ട് മാവ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പുകയുന്ന കണ്ടിട്ടില്ലേ? അത് താപം താങ്ങാൻ അതിന് കഴിവ് കുറവായതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഈ എണ്ണ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, ഇതിന് 254 ഡിഗ്രി വരെ താപം താങ്ങാനുള്ള കഴിവ് ഉണ്ട്. അത്രയ്ക്കൊന്നും നമ്മൾ നോർമൽ പാചകത്തിന് ചൂടാക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഇത് ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഇതിൽ ട്രാൻസ്ഫാറ്റ് ഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ധൈര്യസമയത്ത് ഉപയോഗിക്കാം ഈ എണ്ണ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഷുഗർ, കൊളസ്ട്രോൾ, BP, അൾസർ, പൈൽസ് പോലെയുള്ള നിരവധി രോഗങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിലെ കണ്ടിന് അത്തരത്തിലാണ്. കാരണം ഒറൈസോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട്, 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഫൈബർ ഇല്ലാത്തതാണ് സകല ഭക്ഷണത്തിനും കാരണം അല്ലെ. ഡൈജഷൻ ശരിയാകുന്നില്ല, അതോടുകൂടി മോഷണം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ 2 തരത്തിലുള്ള ഫൈബർ ചേർന്നിരിക്കുന്ന ഈ തവിടെണ്ണ കുടിക്കുമ്പോൾ, രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ 1, 2, 3 ദിവസം കൊണ്ട് പോലും ആളുകൾ പറയുന്നു ഇപ്പം സുഖശോധനയാണ്. എന്താ ഒരു സന്തോഷം അറിയാം മുഖം കാണുമ്പോൾ. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നോക്കുമ്പോൾ ഒരാൾ എന്നെ പേഴ്സണലായിട്ട് കാണാൻ ഒരാൾ പറഞ്ഞു, പൈൽസ് ആണ് എനിക്ക് സാറേ, ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയാണ് ക്ലോസറ്റിലേക്ക്. ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നിനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഓപ്പറേഷൻ തയ്യാറായിട്ട് വന്നോളൂ എന്നുള്ള പറഞ്ഞത്. ആ ഒരു സമയത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, അവിടെ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ ഇത് കഴിച്ചാൽ മാറുന്നുള്ളത് ഗ്യാരണ്ടി ആണോ? അങ്ങനെയാണ് ചില ആൾക്കാർ നമ്മുടെ ഉൽപ്പന്നം കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കിട്ടണം? ഗ്യാരണ്ടിയും വേണം, വാറണ്ടിയും വേണം. മാർക്കറ്റിൽ നിന്ന് വിഷം മേടിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും വേണ്ട, വാറണ്ടിയും വേണ്ട അല്ലേ. കുഴപ്പമില്ല, അത് അവരുടെ കുഴപ്പമല്ല, നിലവിൽ അങ്ങനെ ആയിപ്പോയി നമ്മുടെ സമൂഹം കൊണ്ട്, ആരും കുറ്റം പറയണ്ട. അപ്പൊ ഇതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും ഞാൻ പറഞ്ഞില്ല, കുടിച്ചു നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം ഈ എണ്ണ കുടിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇപ്പൊ ബ്ലഡ് പോകുന്നില്ല കേട്ടോ, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത്. അതൊരു ആശ്വാസമല്ല പറയുന്നത്. 3 ദിവസത്തെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്, ബ്ലഡ് പോകുന്നില്ല. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നേ വരെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല. അത് മാത്രമല്ല, പിന്നെ കാണുമ്പോൾ പറയും ഞാനിപ്പോ ചിക്കനും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഈ സംഭവം വന്നാൽ ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല. വലിയ സങ്കടം.
കാരണം വലിയ പ്രോഗ്രാമിലെല്ലാം പോകുമ്പോൾ ചിക്കൻ ബിരിയാണിയെല്ലാം വിളമ്പുന്ന സമയത്ത് അല്ലേ എല്ലാവരും ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഹെലികോപ്റ്റർ തകർന്ന് പോകണ പോലെ എല്ലുകൾ മേശപ്പുറത്ത് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. ഇതങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചിക്കൻ ബിരിയാണിയും കഴിക്കാൻ തുടങ്ങി, എല്ലാം കഴിക്കാൻ തുടങ്ങി. കാരണം ആ പ്രക്രിയ അവിടെ കറക്റ്റായി. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ അദ്ദേഹത്തിന്റെ പൈൽസ് എന്ന് പറയുന്ന രോഗം പരിപൂർണമായിട്ട് മാറി. ഷുഗർ മാറുന്നു, കൊളസ്ട്രോൾ മാറുന്നു, BP മാറുന്നു. നല്ല കൊളസ്ട്രോളിനെ കൂട്ടിക്കൊണ്ട് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് തവിടെണ്ണ മാത്രം. അതുവരെ ഒന്നും ഞാൻ കഴിവില്ല. കാരണം കൊളസ്ട്രോൾ വന്നാൽ മരുന്ന് കഴിക്കും, ഷുഗർ വന്നാൽ മരുന്ന് കഴിക്കും, BP വന്നാൽ മരുന്ന് കഴിക്കും. എത്ര കാലം ഷുഗറിന് മരുന്ന് കഴിക്കണം? ഷിജു സാറ് പറയുന്നത് മരിക്കുന്നവരെയാണ് അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ 2 മാസം കഴിച്ചാൽ മതി, 1 വർഷം കഴിച്ചാൽ മതി, ഇന്നേ ഒരു ഡോക്ടർ പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള രോഗങ്ങളെ പോലും 480 ഷുഗർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, കുഴപ്പമില്ല, കാരണം അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. 450 ഷുഗർ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആശാരിക്ക് ഷുഗർ ലെവൽ 120 വരാൻ വേണ്ടി വെറും 16 ദിവസം എടുത്തുള്ളൂ. ഇതിന്റെ പവറാ. ഒരു കയ്യടി നമുക്ക് ഇത് അവിടെ നിന്ന് കിട്ടും. കാരണം 16 ദിവസം കൊണ്ട് 480 ഷുഗർ 120 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പവർ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതെല്ലാ ശരീരത്തിലും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ പ്രൊഡക്റ്റ് എടുത്ത് ആ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പറയുകയാണിതാ 16 ദിവസം കൊണ്ട് നിന്റെ ഷുഗർ ഞാൻ കുറച്ചു തരാം, ഗ്യാരണ്ടി. പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയരുത്. കാരണം നമ്മൾ കൊടുക്കുന്നത് എന്താ? മെഡിസിൻ ആണോ? മെഡിസിന് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടിയും പറഞ്ഞില്ല. നമുക്ക് പറയാം ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്, നിങ്ങളത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ മരുന്ന് ഒഴിവാക്കാൻ സാധിക്കും. 2 നേരം ഇൻസുലിൻ എടുക്കുന്ന 36 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് 1.5 മാസത്തെ ഉപയോഗം കൊണ്ട് 2 നേരം എടുക്കുന്ന ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. ഷുഗറിലൊന്നൊരു വ്യത്യാസമാണ് അല്ലെ? അങ്ങനെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, ഇതിനൊക്കെ വലിയൊരു പരിഹാരം, ഒരു പരിധി മരുന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കണം? എല്ലാ പാചകത്തിനും ഇനി മുതൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തവിടെണ്ണയിലായിരിക്കണം. നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന മറ്റെണ്ണകൾ നിങ്ങൾ മാറ്റി വെച്ചാൽ, തവിടെണ്ണയ്ക്ക് അവിടെ ഒരു സ്ഥാനം കൊടുത്താൽ ആരോഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അടുക്കളയിൽ നിന്നാണ് ആരോഗ്യം വരേണ്ടത് അല്ലേ? ആണല്ലോ, അടുക്കളയിലാണ് ആരോഗ്യം നമുക്ക് വരുന്നത്. ആ അടുക്കളയിൽ ഇരിക്കുന്ന മോശം എണ്ണേനെ മാറ്റി നല്ലൊരു ചില്ല് കുപ്പി കഴുകി എടുത്തിട്ട് അതിലേക്ക് ഈ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു വെക്കുക. രാവിലെ പല്ല് തേക്കാതെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ചിലർക്ക് അങ്ങനെ കുടിക്കാൻ പ്രയാസമുണ്ട്, ഇനി ആയാലും കുഴപ്പമില്ല. കഴിയുന്നതും പല്ല് തേക്കാതെ തന്നെ ഒരു 2 സ്പൂൺ എടുത്ത് കഴിച്ച് നല്ലപോലെ ഗോപാൽ സാറ് കാണിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് ഇറക്കി വിടുകയാണെങ്കിൽ ആവും സംഗതി ക്ലീനായി. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ 1/2 ലിറ്റർ ചെറു ചൂടുവെള്ളം കുടിക്കുക. പച്ചവെള്ളം കുടിക്കണ്ട, ചെറു ചൂടുവെള്ളം കുടിക്കുക. ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള സകല പ്രശ്നങ്ങളും മാറി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തൊരു ഔഷധം എന്ന് ആലോചിച്ചു അല്ലേ? എന്താ നമ്മൾ ചെയ്തുള്ളൂ? ആ എണ്ണ ഒന്ന് കഴിച്ചു, 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം ചെറു ചൂടുവെള്ളം 1/2 ലിറ്റർ കുടിച്ചു. വരുന്ന വ്യത്യാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ നമുക്ക് തവിടെണ്ണയ്ക്ക് സാധിക്കും. 3 ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരാള് 1.5 മാസം തവിടെണ്ണ കുടിച്ചിട്ട് ബ്ലോക്ക് 3ഉം 0 അല്ലെ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എത്ര വേണ്ട? ആൻജിയോഗ്രാം ചെയ്യാൻ എത്ര വേണം? ഹോസ്പിറ്റലിലെ വലിപ്പം അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരും അല്ലെ? റേറ്റിൽ വ്യത്യാസം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറോണ വന്ന സമയത്ത് ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഫിക്സ് ചെയ്ത് എത്രയോ രോഗികൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആരും അക്കാരണം കൊണ്ട് മരിച്ചു പോയിട്ടുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബൈപ്പാസ് ആണെങ്കിലും ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും 45% അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഇത് ഓപ്പൺ ചെയ്ത് വെച്ചല്ലേ, ഇത് ആൻജിയോഗ്രാം ചെയ്ത് പറയാണ് 99% ഒരെണ്ണം. എന്താ ചെയ്യാ നമ്മള്? ചെയ്യണ്ടെന്ന് പറയോ? എങ്ങനെയെങ്കിലും ചെയ്യുന്ന പറയാം. ജീവൻ രക്ഷിക്കാനുള്ള ബന്ധപ്പാടിൽ നമ്മൾ പറയും, എങ്ങനെയെങ്കിലും ചെയ്തു എന്ന് പറയും. നോക്കൂ, ഇത്തരത്തില് നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വരുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ആ ഒരു ഇൻഡസ്ട്രി. കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ രഞ്ജി സാർ ആ ഒരു മേഖലയിൽ കുറെ കാലം ഉണ്ടായ ആളാണ്. ഇപ്പൊ ഭാഗ്യത്തിന് അദ്ദേഹം തിരിച്ചറിവുണ്ടായി, അദ്ദേഹം നേരെ അതിന് വിരുദ്ധമായുള്ള പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. മരുന്നില്ലാതെ ജീവിക്കാനുള്ള സംവിധാനം അല്ലെ RCM വിഭാവനം ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഒക്കെ വീടുകളിൽ ഒക്കെ ഉണ്ടാകുന്ന ചെറുതും വലുതായിട്ട് രോഗങ്ങളെ മുഴുവനും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒരു കാര്യം ചെയ്താൽ മതി, അടുക്കളയിലേക്ക് RCM ഉൽപ്പന്നങ്ങളും എല്ലാം ഒന്ന് കയറ്റി വെക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന മറ്റ് ബ്രാൻഡുകളെ മുഴുവനും ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റൂ. ചിലർ പറയും ചായപ്പൊടി മറ്റേത് തീർന്നിട്ടില്ല. അത് തീർന്നിട്ടല്ല ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീരാൻ കാത്തിരിക്കേണ്ട സുഹൃത്തുക്കളെ, സകല അവയവങ്ങളും നശിപ്പിക്കുന്ന സാധനങ്ങളാണ് അടുക്കളയിൽ ഇരിക്കുന്നത്. എന്തിനാ ഒരു ദിവസം കൂടെ കളയുന്നത് അല്ലേ? എടുത്ത് കുഴിച്ചിടും, കളഞ്ഞേക്കും, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അന്ന് മുതൽ ആരോഗ്യം കിട്ടും. പറ്റുമോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു ബ്രാൻഡിന് ഞാൻ എതിരല്ല, ഒരു ബ്രാൻഡിന് എതിരായിട്ട് പറയുന്നതല്ല. എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനം എടുക്കുന്നത്. അത് നല്ലത് കിട്ടാൻ തുടങ്ങിയാൽ, അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായാൽ അന്ന് മാറണം എന്നാണ് ഞാൻ പറയാം അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RCM ഉൽപ്പന്നങ്ങളിലേക്ക് വരും. അപ്പൊ തവിടെണ്ണയ്ക്ക് വലിയ പങ്ക് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബ്ലോക്ക് സ്റ്റോക്ക്, ഇവിടെ വന്ന ബ്ലോക്കായി, ഇവിടെ വന്ന സ്റ്റോക്കായി അല്ലെ? ഇതിനൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന 2 സ്പൂൺ തവിട് അല്ലെങ്കിൽ 20 മില്ലി എണ്ണ കഴിക്കുന്നതുകൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ശീലമാക്കി മാറ്റും. ആദ്യമായിട്ട് എണ്ണ കഴിക്കുമ്പോൾ ചിലർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ? നമുക്ക് ശീലമില്ലാത്ത കാര്യമാണ് അല്ലെ?
ഞായറാഴ്ച ദിവസങ്ങൾ അവധിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചില പണികളൊക്കെ എടുക്കാൻ നോക്കും. തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട് എന്നൊക്കെ പറയുന്ന സാധനം എടുത്തിട്ട് വലിയ അഭ്യാസം ചെയ്യും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെയ്യാത്ത പണിയല്ലേ, അവിടെ വേദന ഇവിടെ വേദന മേല്. എന്താ കാരണം? ശീലമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടാണ് അല്ലേ? അതുപോലെയാണ് തവണനെ ആദ്യം കഴിക്കുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നും. അത് നോക്കണ്ട, സ്ഥിരമായിട്ട് കഴിച്ചോ. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു കൊളസ്ട്രോൾ 300 മേലെയാണ്, ഇത് കഴിക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവസാനം ഇത് എണ്ണയൊക്കെ എങ്ങനെയാണ് കുടിക്കാന്നായി ഇവനോട് ഞാൻ കാണിച്ചു തരാം. അവസാനം അവരെ കയ്യിലേക്ക് ഒരു 2 തുള്ളി ഇറ്റിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് നക്കി നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് 20 മില്ലി കുടിക്കണമെന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം അല്ലേ? 2 തുള്ളി ടീച്ചർ നക്കി ഒരു ടീച്ചർ പറയാം ഇതിനെന്താ കുഴപ്പമൊന്നും. ഞാൻ കുഴപ്പമെന്ന് പറഞ്ഞു. കുഴപ്പമെന്ന് അവരല്ലേ പറഞ്ഞത് അല്ലേ? മനസ്സിന്റെ പ്രശ്നമാണ്. എണ്ണ എങ്ങനെയാ കുടിച്ചാൽ പ്രശ്നമാവോ? നമ്മുടെ തവിടെണ്ണ 1 സ്പൂണില്ല 2 സ്പൂണില്ല നമ്മൾ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ ഒരു കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ അത് ഓയിലിന്റെ സ്വഭാവം മാറി വെള്ളത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് അത് മാറും. കാരണം അതിലുള്ളത് 2 തരത്തിലുള്ള ഫൈബർ എന്ന് പറഞ്ഞല്ലോ അല്ലെ? അത് സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ ഫൈബർ എന്ന് പറയും. അതുള്ളത് കൊണ്ടാണ് ആ ഓയിലിന്റെ സ്വഭാവം മാറി അത് വെള്ളം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസമില്ല. എത്ര പേര് എണ്ണ കുടിക്കുന്നവരുണ്ട്? സത്യസന്ധമായിട്ട് വേണ്ട കൈവന്തിക്കും. ഒരു രക്ഷയില്ല. നല്ലൊരു കയ്യിൽ നിങ്ങൾക്ക് തന്നെ വളരെ കുറഞ്ഞ ആളുകൾ എണ്ണ കുടിക്കാത്തേ ഉള്ളൂ. അപ്പം എണ്ണ കുടിക്കാത്ത ആളുകള് ഇന്ന് പോകുമ്പോ തവിടെണ്ണ മേടിച്ചിട്ട് പോവുക. നിലവില് സ്വന്തം വീട്ടിൽ ആട്ടി വെച്ച വെളിച്ചെണ്ണയാണെങ്കിൽ തൽക്കാലം അത് നിലവിളൊക്കെ കത്തിക്കാൻ എടുത്ത് ബാക്കി ആവശ്യം അല്ലാതാണെങ്കിലും എടുത്ത് കളഞ്ഞിട്ടാണെങ്കിലും നാളെ രാവിലെ മുതൽ തവിടെണ്ണ കുടിക്കൂ. എല്ലാ പാചകത്തിനും വറുത്ത് പൊരിച്ച് കഴിക്കുന്നതിനൊക്കെ നിങ്ങൾ ഈ എണ്ണ ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആസിമിന്റെ മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള തവിടെണ്ണ നിങ്ങൾ കൃത്യമായിട്ട് നാളെ രാവിലെ മുതൽ ഉപയോഗിക്കുക. ഉൽപ്പന്നങ്ങൾ കുറെ ഉണ്ട്, അതിലേക്ക് ഒന്നും പോകാനുള്ള സമയമില്ല. വിശക്കാൻ തുടങ്ങിയോ? സമയം. അപ്പോ പരിഹാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ്. നിത്യോപയോഗ സാധനങ്ങളിലെ വിഷങ്ങളും മായങ്ങളും മാറാൻ ആർസിഎമ്മിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. പോഷകരോധന പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആർസിഎമ്മിലെ ന്യൂട്രിചാർജ് സെഗ്മെന്റിൽ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. വ്യായാമം ചെയ്യാം അല്ലെ? രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ജിമ്മിൽ പോകണം അല്ലെങ്കിൽ അങ്ങനെയല്ല. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇതിൽ ഉണ്ടോ? താങ്ക് യു സർ. വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ വ്യായാമത്തിന്റെ കാര്യത്തിൽ? പ്രത്യേകിച്ച് ഒരു വയസ്സ് ഒരു പ്രത്യേക ഏജ് ഒക്കെ കഴിഞ്ഞ ആളുകൾ വലിയ വ്യായാമം ചെയ്യാതിരിക്കുകയാണത് അല്ലേ? അല്ലേ? ചെറിയ കാര്യം. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കൊരു കോട്ടൺ ക്ലോത്ത്, ഒരു ടവലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ മടക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ 4ആയിട്ട് മടക്കി എടുത്തിട്ട് അതിങ്ങനെ മുഖം മുതൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും റബ്ബ് ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? അതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ചെയ്യില്ല അല്ലേ? കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷേ രാവിലെ ഇന്നേക്കും ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം വലത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഈ ഷോൾഡർ മുതൽ ഇങ്ങനെ അവിടെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് താഴെ കാല് വരെ കൊണ്ടുപോകാം. ഇങ്ങനെ അടിച്ചടിച്ച്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വയറിന്റെ ഭാഗത്ത് മാത്രം ചെയ്യരുത്. വയറിന്റെ ഭാഗത്ത് അടിക്കരുത്. പകരം നമുക്കൊരു ക്ലോക്ക് വൈസിൽ 10-20 പ്രാവശ്യം, ആന്റി ക്ലോക്ക് വൈസിൽ 10-20 പ്രാവശ്യം ചെയ്യുക. അടിക്കരുത്. ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം വൈബ്രേഷൻ ആണ്. ഇതാ കൈ ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് ശരിക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇവിടുന്ന് ചെയ്യും. വീട്ടിൽ പോയി ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. വീട്ടിൽ പോയി ചെയ്യോ? ഇല്ല. അതുകൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് ആ സുഖം ഒന്ന് കിട്ടട്ടെ. ഒരു തണുപ്പ് വരും. ശരിക്കും ചെയ്യുന്നവർക്ക് തണുപ്പ് കയറി വരും. ഒന്നില്ലേ? കിട്ടിയൊരു തണുപ്പൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. 2 കൈ ചെയ്തിട്ട് അങ്ങനെ 2 കൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ കാലുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാലിന്റെ വിരലുകൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ലൂസാക്കുക. ടൈറ്റ് ചെയ്ത് പിടിക്കുക, ലൂസാക്കുക. എന്നിട്ട് ആ ജോയിന്റിന്റെ ഗുണം കിട്ടാൻ വേണ്ടി താഴേക്ക് മേലേക്ക് ഇങ്ങനെ 10-20 പ്രാവശ്യം ചെയ്തൂടെ? ചെയ്യാം, പക്ഷെ ചെയ്യില്ല അല്ലെ? ഓക്കെ. അങ്ങനെ വലത് ഭാഗത്തേക്ക് ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം കറക്കിക്കൂടെ? ഒന്ന് കറക്കി നോക്കുക. നല്ല രസമാണ്. തിരിച്ചതുപോലെ കറക്കുക അല്ലെ? അപ്പൊ അതിനുശേഷം നമ്മൾ ആ കാല് നല്ലൊരു വൈബ്രേഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോ ഇങ്ങനെ കൊടയണം. ഇതിലിങ്ങനെ മസിലിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കൊടയും. ഇങ്ങനെ എത്ര തണുപ്പ് കയറി വരും കേട്ടോ. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തണുപ്പ് കയറി വരും. അപ്പൊ ഇതേപോലെ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 കാലും ഒന്നിച്ച് ചെയ്യരുത്. കൈ 2 ഒന്നിച്ച് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ 2 കാലും കൂടി ഒന്നിച്ച് ഈ പണിക്ക് ചെയ്യരുത്. അത്ര ചെയ്തേ ആവില്ലല്ലോ. അപ്പൊ ആവാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യം ചെയ്യുക. അത് മാത്രമേ തെറ്റിക്ക് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിയുക. അതുപോലെ കൈ ഒരു 10 പ്രാവശ്യം മുമ്പോട്ട് കറക്കിക്കൂടെ അല്ലെ? ഒരു 10 പ്രാവശ്യം. തുണി അലക്കലൊക്കെ നിന്നു. സ്ത്രീകളുടെ മെഷീനാണ് ചെയ്യുന്നത്. അപ്പോ ഈ പരിപാടി നിന്നുപോയി അല്ലെ? വെള്ളം വലിക്കൽ നിന്നു. മോട്ടറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയും നിന്നു. വിറക് കീറേണ്ട ആവശ്യമില്ല, കാരണം ഗ്യാസ് ആണ്. അപ്പൊ ആ പണി നിന്നു. മൊത്തത്തിൽ ശരീരത്തിന് കിട്ടേണ്ട വ്യായാമങ്ങളൊന്നും തന്നെ കിട്ടാതെയായി. ഇതൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്താലേ പറ്റും. ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ കറക്കിക്കോ. കൊട്ടം കറക്കി ഒരു 10-20 പ്രാവശ്യം. എന്നിട്ട് കഴുത്തിന് നല്ലൊരു വ്യായാമം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാ? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നത് തന്നെയാണല്ലേ?
വെറുതെ ആയിപ്പോയി പറഞ്ഞത്. ഇങ്ങനെയാണ്, ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കറക്കി ഒന്നും കൂടെ കൊണ്ടുവരിക, തിരിച്ചതുപോലെ ഇങ്ങനെ കൂടെ. ഇതൊന്ന്, രണ്ടല്ല കേട്ടോ, ഇതൊന്ന് ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ചെയ്ത് നോക്കൂ, നല്ല സുഖം കിട്ടും അല്ലേ. എന്നിട്ടോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ രണ്ട് കൈ കൂടെ ഇങ്ങനെ ചെയ്യാം, തിരിച്ചൊരു 10-20 പ്രാവശ്യം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. അപ്പൊ ഇതിലൊക്കെ ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും. ചെയ്യുന്നവർക്ക് മനസ്സിലാവും അല്ലേ. ചേച്ചി നല്ലോണം ചിരിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല സുഖം കിട്ടും. ചെയ്യാം. അതിനുശേഷം ലൈക്ക് ഡാൻസ് അല്ല, ഷോൾഡറിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാ ഒരു 10-20 പ്രാവശ്യം മുമ്പോട്ട്, അതേ ഒരു 10-20 പ്രാവശ്യം പുറകോട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇതിനു വേണ്ടി ജിമ്മിനൊന്നും പോണ്ട. അപ്പോ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഒരു 5 മിനിറ്റ് നിപ്പിലൊന്ന് ഓടി നോക്കും. ഒറ്റയടിക്ക് 5 മിനിറ്റ് വരെ ഓടരുത്, പറ്റില്ല, അത് വേറെ കാര്യം അല്ലെ. ഓരോ മിനിറ്റിലും ബ്രേക്ക് എടുക്കാം. ഒരു 60 എണ്ണുന്ന വരെ ഇങ്ങനെ ശരിക്കും കൈയും കാലൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഓടി നോക്കുക. നിപ്പില് ഓടി പുറത്തേക്ക് പോയാലേ കുഴപ്പമുള്ളൂ അല്ലേ. രാവിലെ നടക്കാത്തതിന് കാരണം എന്താ? ഇപ്പം മഞ്ഞ്, പിന്നെ പട്ടി അല്ലെ, ഭയങ്കര ശല്യങ്ങളാ. അവനവന്റെ വീട്ടിനകത്ത് ഇതൊക്കെ ചെയ്യാലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ. ഒരു 5 മിനിറ്റ് നിപ്പിൽ ഓടിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെ മെല്ലെ കൂട്ടിയെടുക്കണം. 60 വരെ എണ്ണുന്നത് വരെ ഒന്ന് നിന്ന് ബ്രേക്ക് എടുത്തു. പക്ഷെ അടുത്ത പ്രാവശ്യം അതിലപ്പുറത്തേക്ക് എത്ര കിട്ടും നോക്കുക. അങ്ങനെ മെല്ലെ അങ്ങനെ അവസാനം നമുക്ക് 5 മിനിറ്റ് നിൽക്കാതെ, നമുക്ക് കിതപ്പില്ലാതെ നമുക്ക് ഓടാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യായാമത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ ഇങ്ങനെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓരോന്നും ചെയ്തു വരുമ്പോൾ സമയം പോകുന്ന അറിയില്ല. അരമണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വലിയ സമയമാണ്. അരമണിക്കൂർ ഇല്ല കേട്ടോ ചെയ്യാൻ. പക്ഷെ നിങ്ങളിത് ക്രമത്തിൽ ചെയ്തു നോക്ക്, അരമണിക്കൂർ പോകുന്നത് അറിയില്ല അല്ലേ. അപ്പോ അതുപോലെ വീട്ടിൽ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാവും. വീട് 2 നില 3 നിലയൊക്കെയാണ്. പക്ഷെ മുട്ടുവേദന നടുവേദന കാരണം മേലേക്ക് കയറിയിട്ട് മാസങ്ങളായി എന്നാ പറയും അല്ലെ. ഒരു 250 സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ ഒരു 3 കിലോമീറ്റർ നടന്ന് തിരിച്ചു വരുന്നതിന് തുല്യം. 6 കിലോമീറ്റർ, അങ്ങോട്ടും കൂടെ 6 കിലോമീറ്റർ അല്ലേ, അത് തുല്യമായിട്ട് വരും. നടക്കാൻ പോയാൽ ഇങ്ങനെ നടന്നു പോവാം, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ സ്റ്റെയർ കേസ് കയറുമ്പോഴോ എങ്ങനെയാ, മുട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ മടങ്ങി. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്. സുഖം ഉണ്ടാവില്ല ചെയ്യും, പക്ഷെ അത് ശരീരത്തിന് ഗുണമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് കയറുന്നതുകൊണ്ട് നല്ല ഗുണമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക. ഫുഡ് സപ്ലിമെന്റ് നമ്മൾ RCMൽ കിട്ടുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഒക്കെ വില ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. മറ്റു കമ്പനികളുടെ ഞെട്ടിപ്പോവും. നമ്മൾ കഴിക്കുന്ന വെജമേഗ കഴിക്കുന്ന എത്ര പേരുണ്ട്? ഒരു രക്ഷയില്ല, എല്ലാവരും എല്ലാം കഴിക്കുന്നുണ്ട്. പരിവാരെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് അലക്കാൻ നോക്കുമ്പോൾ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. വെജമേഗിന്റെ ഒക്കെ വിലയുണ്ടല്ലോ, നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നമ്മള് എല്ല് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ വീണിട്ട് എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ പ്ലാസ്റ്റർ ചെയ്താല് ഡോക്ടറെ അടുത്ത് കിട്ടുന്ന സപ്ലിമെന്റ് ആണ്. ആ പാക്കറ്റ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഒരാഴ്ചത്തേക്കുള്ള സപ്ലിമെന്റിന് 2200 വരെ റേറ്റ് വരുന്നുണ്ട്. അതിന്റെ ഡബിൾ റിസൾട്ട്, അതിന് 6 മാസം റെസ്റ്റും വേണം. പക്ഷെ നമ്മളെ BJ 2800 രൂപക്ക് ഒരു മാസത്തേക്ക് കിട്ടും. 6 മാസത്തെ റെസ്റ്റ് 1 മാസം കൊണ്ട് കിട്ടിയ ഒരാള്. ഓക്കെ, താങ്ക് യു. മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവാക്കണം, വേണ്ടേ? നടത്തിയാൽ തന്നെ എന്താ റിസൾട്ട്? പിന്നെ നടക്കുമോ? ഇല്ല. ആ മുടക്കിയതിന്റെ ആ ചൂടോടുകൂടി കുറച്ച് ദിവസമൊക്കെ നടക്കും അല്ലേ, ചിലപ്പോൾ മാസങ്ങൾ കിട്ടിയേക്കാം. അതിനുശേഷം തീരെ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോ അതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മുടെ ആ മുട്ടെന്ന് പറയുന്നത്, മുട്ട് ജോയിന്റ് ആണോ? അല്ല, ജോയിന്റ് അല്ലാത്തൊരു ജോയിന്റ് അല്ലേ. അപ്പോ ആ മുട്ടിന്റെ ഈ 2 എല്ലുകൾക്കിടയിൽ വരുന്ന കാർട്ടിലേജ്, അതിനിടയ്ക്ക് വരുന്ന സൈനോവിയൽ ഫ്ലൂയിഡ്, അതിനെ ബലപ്പെടുത്തുന്ന നമ്മുടെ ലിഗമെന്റുകൾ അല്ലെ, ലിഗമെന്റ്, പിന്നെ ഒരു ചിരട്ട, ഇതാണ് നമ്മുടെ മുട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പം കൊണ്ട് പഞ്ചസാരയും പെയിൻ കില്ലറൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ വേണ്ടതിൽ ഇല്ലാത്തത് കൊണ്ടും സ്വാഭാവികമായിട്ട് നമ്മുടെ കാർട്ടിലേജ് ഒക്കെ നശിച്ചിട്ടുണ്ടാവും, ചെറിയ പ്രായത്തിൽ തന്നെ പോയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ വെയിറ്റ് ഒരിക്കലും നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത സംഭവം, നമ്മുടെ വെയിറ്റ് അത് കൂടുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് താങ്ങാതെ വരുമ്പോൾ എല്ലുകൾ നമ്മൾ അടുക്കാൻ തുടങ്ങില്ലേ. ഇങ്ങനെ അടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള ചെറിയ രക്തക്കൊള്ളുകളുണ്ട്. അപ്പൊ ഈ വരച്ചിൽ അത് പൊട്ടുകയും ഈ ബാക്കി വരുന്ന കുറച്ച് ഫ്ലൂയിഡിലേക്ക് ഈ ബ്ലഡ് മിക്സ് ആയിട്ട് നമ്മുടെ കാലിന്റെ മുട്ടിന് നീര് വരും. ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടറെ കാണിക്കും. ആദ്യം തരുന്നത് പെയിൻ കില്ലറാണ് അല്ലേ. ആ പെയിൻ കില്ലർ കഴിച്ചാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ ബോഡി സ്കാനർ ഒന്ന് ഉപയോഗിക്കണം. അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺവെന്റിൽ ഒരു മദറെ ചെക്ക് ചെയ്ത സമയത്ത് അവരുടെ ബോൺ ഡെൻസിറ്റി 3.1. ശ്രദ്ധിക്കണേ, ഒറ്റയാഴ്ച പനി വന്ന് ഈ പറയുന്ന ആന്റിബയോട്ടിക്കും പാരസെറ്റമോൾ എല്ലാം കൂടെ കഴിച്ച് വന്ന സമയത്ത് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ 2,900. എത്ര ഗ്രാം കുറഞ്ഞു?
എത്രയും പറഞ്ഞു. ഇതാര് ചെക്ക് ചെയ്യും? ഒരാളും നോക്കാറില്ല അല്ലേ? അപ്പൊ പറഞ്ഞു ഞാൻ ഈ പനി വന്നതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല സുഭാഷ്, നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ റെഡി. രണ്ടാമത് ചെക്ക് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലായി, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ മാസം BJ കഴിച്ചപ്പോ 3.1. നോക്കൂ, 200 ഗ്രാം ഡെൻസിറ്റി വർദ്ധിച്ചു. എന്താ കാരണം? പഞ്ചസാര തുടരുമെന്ന് പറഞ്ഞു, പെയിൻ കില്ലർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ BJ കൊടുക്കുന്നത് പരിപൂർണമായിട്ടുള്ള സംരക്ഷണമാണ്. കാർട്ടിലേജ് ഉണ്ടാവുന്നു, സൈനോയിൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നു, ലിഗമെന്റിന്റെ ബലം കൊടുക്കുന്നു അല്ലെ? അപ്പൊ എന്താ സംഭവിച്ചത്? ആള് ഫ്രഷ് ആവണം. ശരിയല്ലേ? അപ്പൊ നമ്മളൊരു പഴയ മോഡൽ കാറാണ് മേടിച്ചത്, സംഭവം ശരിയാ, പഴയ മോഡലായിപ്പോയി. പക്ഷേ ടയർ കേടായപ്പോ നമ്മൾ പുതിയ ടയറാണ് മേടിച്ചിട്ടത്. അവിടെ മോഡൽ 2024 ആ ടയർ എന്ന് പറഞ്ഞതുപോലെയാണ് BJ കഴിച്ചാൽ നമ്മുടെ അവയവം 2024 പുതിയ മോഡലായി. അപ്പൊ ഓരോ അവയവത്തിന് കേട് വരുമ്പോഴും ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ 2024 കിട്ടുമെന്നാണ് എന്റെ അർത്ഥം. നമ്മള് മോഡൽ ചിലപ്പോൾ 1972, 73 ഒക്കെ ആയിരിക്കും. അതൊന്നും നോക്കണ്ട, അവയവങ്ങളൊക്കെ നമുക്ക് 2024 ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. നോക്കും, അത്രയ്ക്കും മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് തരുന്നത്. അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത മറ്റൊന്നാണ് മത്സ്യമാംസങ്ങൾ അല്ലേ? ശരിയല്ലേ? മത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? മത്തിക്ക് 300 രൂപയ്ക്ക് മേലെ വില വന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. എന്താണെന്നറിയാം വീഡിയോ? മത്തി അത് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഒരു മത്തി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ, അത് ചുട്ടതാന്ന് തോന്നുന്നു, ഇങ്ങനെ ആടി വരുന്ന സമയത്ത് ഇന്ന് മണത്തു കഞ്ഞി കുടിച്ചു, പിന്നെയും മണത്തു കഞ്ഞി കുടിച്ചു. കാരണം അതൊരു ശീലമാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, പണ്ട് മത്സ്യത്തിൽ അമോണിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നോ അമോണിയ ഉണ്ട്, ഫോർമാലിൻ ഉണ്ട്, സോഡിയം ബെൻസോയേറ്റ് ഉണ്ട്. അവസാനം വെച്ച് വെക്കുന്ന സ്ഥലത്ത് ഈച്ച വരാതിരിക്കാൻ ഹിറ്റ് അടിക്കുന്നുണ്ട്. ഹിറ്റിന്റെ ആ ബോട്ടിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന നിറം ഒന്ന് നോക്കണം. കാരണം കീടനാശിനികളുടെ വീര്യം മനസ്സിലാക്കുന്ന നിറം നോക്കിയാൽ മനസ്സിലാവും. ചുവപ്പ് കൊടുത്താൽ സംഭവം ഏറ്റവും വീര്യമുള്ള പോയിസൺ ആണ് അല്ലെ? മഞ്ഞ കൊടുത്താലോ കുറച്ച് കുറയും, പിന്നെ നീല, പിന്നെ പച്ച വലിയ കുഴപ്പമുണ്ടാക്കണതല്ല. പക്ഷേ ഈ ഹിറ്റിന്റെ പുറത്തുള്ള ആ നിറം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ സാധനമാണ് മത്തിയിൽ ഈച്ച വരാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന സാധനം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് വളരെ ഭംഗിയായിട്ട് വയറൊന്നും പൊട്ടാത്ത നല്ല ഗ്ലാമറുള്ള മത്തി തരുന്നത് അല്ലേ? ഇത് നമ്മൾ പൊരിച്ചും കഴിക്കും. ഈ രീതിയിലുള്ള സാധനം ഇതില്ലാതെ കഴിക്കാൻ പറ്റില്ല എന്നാ പറയണേ. അതുപോലെ ഇറച്ചി പിന്നെ എല്ലാ ദിവസവും വേണമെന്നുള്ളവർ കുറവാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഞായറാഴ്ചകളിലൊക്കെ ഒരു വിശേഷം അല്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ കഴിക്കുന്നവര്. നോക്കൂ, ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം എന്താ? ഇവിടെ നേരത്തെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു പേരുണ്ട്. ഏതാത്? ഗുഡ് ഡോട്ട് അല്ലെ? എത്ര പേര് ഉപയോഗിക്കുന്ന ഗുഡ് ഡോട്ടിന്റെ സാധനങ്ങൾ? സാറി ഒരു രക്ഷയില്ല. അപ്പോ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ വെജിറ്റേറിയൻ ബൈറ്റ് കഴിക്കുന്ന എത്ര പേരുണ്ട്? പ്രോട്ടീൻസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? നൂഡിൽസ് എല്ലാവരും കഴിക്കുന്നവർ തന്നെയാണ് അല്ലേ? നോക്കൂ, നമുക്ക് ഈ മത്സ്യം മാംസം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം. ഞാൻ പറയുന്നത് അത് കഴിക്കണം വേണ്ടിയെന്നുള്ള നിങ്ങൾ തീരുമാനമാണ്. എന്തായാലും ഗുഡ് ഡോട്ട് വന്നതിന് ശേഷം, പ്രോട്ടീൻസും ഈ വെജിറ്റേറിയൻ ബൈറ്റും വന്നതിന് ശേഷം അന്ന് നിർത്തിയതാണ് ഞാൻ ഈ തീറ്റ. ഏത്? നോൺ ആയിട്ടുള്ളതിന്റെ തീറ്റ. ഇറച്ചി കഴിക്കില്ല, മുട്ട കഴിക്കില്ല, മീൻ കഴിക്കില്ല, എല്ലാം നിർത്തി. നിങ്ങളോട് ഞാനത് നിർത്തണം ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ നിർത്തി. കാരണം എന്താ? അതിൽ നിന്ന് കിട്ടേണ്ടത് എന്താണോ അതിനേക്കാൾ കൂടുതൽ എവിടുന്ന് കിട്ടും? ഈ വെജിറ്റേറിയൻ ബൈറ്റിന്റെ പ്രോട്ടീൻസ് കിട്ടുമെന്ന് വന്നപ്പോ പിന്നെ ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയാൽ എന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ വെജിറ്റേറിയൻ ബൈറ്റൊക്കെ നമ്മുടെ തവിടിനിൽ ആദ്യം ചൂടാക്കിയിട്ട് എടുത്തൊന്ന് ഫ്രൈ ആക്കിയിട്ട് നല്ലപോലെ സവോളയും തക്കാളിയും അതുപോലെ മറ്റേ മുളകിന്റെ പേരെന്തായിരുന്നു? വലിയ മുളക്, ക്യാപ്സിക്കം, ഇതൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്താണ്ടല്ലോ ബീഫ് ചില്ലി തോറ്റു പോകും. സുഹൃത്തുക്കളെ, ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇന്ന് ആ ഫുഡാണോ? നല്ലൊരു കൈയടി, ഒരു രക്ഷയില്ല. നമ്മുടെ തവിടെണ്ണ, നമ്മുടെ മസാല, ഈ ഗുഡ്ഡോട്ടിന്റെ ഈ വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അപ്പം സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പൊ അത് എല്ലാവരും കഴിച്ചിട്ട് പോകുന്നത് എനിക്കറിയാം. കഴിക്കണം, അതിനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കണം, നമ്മളൊന്ന് വിലയിരുത്തണം. കാരണം ഇത്രയും മാരകമായിട്ടുള്ള വിഷങ്ങൾ ചേർന്ന് വരുന്ന മത്സ്യവും മാംസവും കഴിച്ചാൽ ശരീരത്തിന് കിട്ടേണ്ടതല്ല കിട്ടുക, കിട്ടണ്ടാത്തതാണ് കിട്ടുക. ശരിയല്ലേ? അപ്പൊ അതിന് പകരം ഇത്രയും ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ ഏറ്റവും കൂടുതലുണ്ട് നമ്മുടെ ഇതിൽ. അതുപോലെ ഫൈബർ ഉണ്ട്. നമ്മൾ മുട്ട കഴിക്കുന്നു, പാല് കഴിക്കുന്നു, ഇറച്ചി കഴിക്കുന്നു. പ്രോട്ടീനിൽ ഫൈബർ ഉണ്ടോ? പ്രോട്ടീൻ ഉണ്ട്, അതിന് ഫൈബർ ഉണ്ടോ? ഫൈബർ ഇല്ല. പകരം എന്താണുള്ളത്? കൊഴുപ്പ് നല്ലപോലെ കയറി വരും അല്ലേ? അപ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. പക്ഷേ ഇത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടേണ്ടതെല്ലാം കിട്ടും. വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും. സോഡിയത്തിന്റെ കുറവുള്ള ആളുകളൊക്കെ മെഡിസിൻ എടുക്കുന്നവരുണ്ട് അല്ലെ? സോഡിയത്തിന്റെ പ്രശ്നമുള്ളവർ രാത്രി ഭക്ഷണം പ്രോട്ടീൻസ് ആക്കി മാറ്റിക്കോ, വെജിറ്റേറിയൻ ബൈറ്റ് ആക്കി മാറ്റിക്കോ, പ്രശ്നത്തിന് പരിഹാരമായി. ഈ ഗുഡ്ഡോട്ടിന്റെ നൂഡിൽസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും തന്നെ നൂഡിൽസ്. എന്തെളുപ്പം അല്ലെ? വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുണ്ടാക്കുകയാണ്. എന്തെളുപ്പം അല്ലെ? അപ്പോ ഇതിനൊന്നും പകരം വെക്കാൻ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ നൂഡിൽസ്
നൂഡിൽസ് ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്. പക്ഷേ നമ്മുടെ നൂഡിൽസിന് പകരം വെക്കാൻ ഒരു നൂഡിൽസ് ഇന്ന് മാർക്കറ്റിലില്ല. നമ്മുടെ പ്രോട്ടീൻസിന് പകരം വെക്കാൻ, വെജിറ്റേറിയൻ ഡയറ്റിന് പകരം വെക്കാൻ ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിലില്ല. അപ്പൊ അത്രയ്ക്കും പ്രത്യേകതയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനി എന്താ ഉപയോഗിക്കേണ്ടത്? ഇനി മത്സ്യം എല്ലാ ദിവസവും മേടിക്കുന്നു, കഴിക്കുന്നു, PV കിട്ടുമോ? മത്സ്യത്തിന് എത്രയാ PV? ബീഫിന് എത്രയാ PV? പക്ഷെ വെജിറ്റേറിയൻ ഡയറ്റിനോ പ്രോട്ടീൻസിനോ നൂഡിൽസ് കഴിച്ചാൽ പോലും PV ഉണ്ട് അല്ലേ? PV നമുക്ക് എന്ത് തരും? പൈസ തരും. മറ്റേത് കാശ് കയ്യിൽ നിന്ന് പോവും. ഒരു വർഷം മത്തി മേടിക്കുന്ന കാശ് കണക്കൂട്ടി വെച്ചോ, മറ്റുള്ളത് വാങ്ങുന്ന കാശ് കണക്കൂട്ടി വെച്ചോ, എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? ഏതായാലും സ്ഥിരമായിട്ട് മത്സ്യം എൻ്റെ അടുത്ത് മേടിക്കുന്നതല്ലേ, ഒരു നല്ല ദിവസം വന്നപ്പോ 1 കിലോ മത്തി എന്റെ വക ഫ്രീ തന്നിട്ടുണ്ട്. അവരാരെങ്കിലും തരില്ല അല്ലേ? അപ്പോ ഇത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ആരോഗ്യം കിട്ടും, ഒപ്പം ചെലവായി പോകുന്ന പൈസയും കൂടെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് പ്രോട്ടീൻ, നമ്മുടെ കുട്ടോട്ടിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളൊരു ശീലമാക്കിക്കോ. പെട്ടെന്നൊന്നും നമുക്ക് ചിലപ്പോൾ അത് പറ്റിയെന്നില്ല, പക്ഷെ ടേസ്റ്റുകൾ മാറി 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 നല്ലപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്കറിയാം. ഈ വെജിറ്റേറിയൻ ആയിട്ട് കൊണ്ട് നമ്മളെ സ്രാവൊക്കെ, പച്ച സ്രാവൊക്കെ കറി വെച്ച് എങ്ങനെ ഉണ്ടാവും? അത് തോറ്റും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാൾ മുമ്പ് കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി സാധനം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അറിയണം. പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ അത് എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. അത് ആ രീതിയിൽ മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഒന്നും തീരുന്നില്ല. നല്ല പച്ചപ്പുള്ള പ്രദേശമാണ് നമ്മുടെ കരുവാരക്കുണ്ട് അല്ലേ? എന്തൊരു പച്ചപ്പിലാ നിൽക്കുന്നത് നോക്കൂ. ഈ പച്ചപ്പ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം നമുക്ക് വെറുതെ കിട്ടുന്നതാണ്. ഏറ്റവും വലിയ എനർജിയുടെ സോഴ്സ് എന്താണ്? സൂര്യപ്രകാശമാണ്. അത് പച്ചിലകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന സെഗ്മെന്റില് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും മുതല് ഏതു തരം വിളവിനും പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഹരിത സഞ്ജീവനിയിലുണ്ട്. അതിന്റെ ഉപയോഗത്തിലൂടെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും വരുന്ന സകല വിഷങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ? ഇപ്പൊ പച്ചക്കറി എവിടുന്നാ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന് അല്ലെ? അതിൽ വരുന്ന വിഷത്തിന്റെ അളവ് നമുക്കറിയോ? മലയാളീസിനൊന്നും അവർക്ക് വേറെയൊന്നും തമിഴ്നാട്ടിലുള്ള ആരും കൊടുത്തിട്ടില്ലല്ലോ അല്ലെ? അയ്യോ, തമിഴ്നാട്ടിലെ വലിയ ലീഡർ ഇവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം എന്തായാലും കൃഷി ചെയ്യുന്ന ആളല്ല എന്ന് അറിയുന്നതെന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. നോക്കൂ, അത്ര കേരളത്തിൽ നിരോധിച്ച കീടനാശിനികളാട്ടോ അവിടെ ഉപയോഗിക്കുന്നത്. കേരളത്തില് നിരോധിച്ച കീടനാശിനികൾ. അതിപ്പോ കീടനാശിനിയുടെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ നിരോധിച്ചിട്ട് കാലത്തിലായി. ഇപ്പൊ പനിക്കതിനല്ലേ കഴിക്കുന്നത് അല്ലെ? 10,000 മെഡിസിൻസ് അലോപ്പതി മരുന്നുകൾ നിരോധിച്ചത് 2019, അത് 2024. 10,000 കണക്കിന് അലോപ്പതി മരുന്നുകൾ നിരോധിച്ചത് 2019, ഇത് 2024. നമുക്കറിയില്ല നമ്മൾ തരുന്ന മരുന്നുകൾ നിരോധിച്ചതാണോ അല്ലാത്തതാണോ. നമുക്കറിയോ? നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെ കയറി, നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. മരുന്നിന്റെ എഫക്ട്, സൈഡ് എഫക്ട് അല്ലെ, അത് രണ്ടും കിട്ടും. അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. കുറച്ചു പേർക്ക് അറിയാം, അല്ലാത്തവർക്ക് അത് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രമാത്രം മരുന്നുകൾ മേടിച്ച് വിഴുങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും തന്നെ അല്ലെ? വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്ന് ഒഴിവാക്കണോ? വീട്ടിൽ നിന്ന് 21 ഗുളികകൾ കഴിച്ചാൽ നമ്മുടെ ഗോപാൽജി, അടൂർ സ്വദേശിയായിട്ടുള്ള ഗോപാൽജി ഇന്ന് ഒരു ഗുളിക പോലും കഴിക്കാതെ ജീവിക്കുന്നതിനുള്ള RCMന്റെ ഉൽപ്പന്നങ്ങളുടെ പവറാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും സംശയം, തവിടുന്ന് എണ്ണ കിട്ടും? ഇത്രമാത്രം തവിട് എവിടെയാ അല്ലെ? ഇനി അവസാനം ഒരു ചോദ്യമില്ല, ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? ഇതിന്റെ പിണ്ണാക്ക് എന്താ ചെയ്യുന്നത്? പിണ്ണാക്ക് എന്താ ചെയ്തെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ചോദിക്കുക, നമ്മളെ വെറുതെ തളർത്താൻ വേണ്ടി ചോദിക്കുന്ന, മൈൻഡ് ചെയ്യണ്ട. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം, അയ്യോ ഈ പാവത്തിന് തവിടൽ ഉപയോഗിക്കാനുള്ള യോഗമില്ലല്ലോ ദൈവമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ചില ആൾക്കാരോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ കുറച്ചാളുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നറിയോ? അയൽവാസിയുടെ ബ്ലോക്ക് മാറുമ്പോൾ, ക്യാൻസർ പേഷ്യൻസിന്റെ ക്യാൻസർ ഇങ്ങനെ തവിടിനെ കുടിച്ചിട്ടും ഗാമാറോധനോട് കഴിച്ചിട്ടും മാറുമ്പോൾ, അനുഭവങ്ങൾ കിട്ടുമ്പോൾ കുറെ കഴിയുമ്പോൾ മെല്ലെ ഒന്ന് മാറി ചിന്തിക്കും. ആദ്യം പറഞ്ഞാലോട് ചിലപ്പം പറയില്ല, പക്ഷെ വേറെ ആളോട് പറഞ്ഞിട്ടാണെങ്കിലും 1 ലിറ്റർ തവിടെണ്ണ മേടിച്ച് ഉപയോഗിക്കും. എന്റെ അനുഭവം തൊണ്ടി എന്ന് പറയുന്ന പേരാവൂരിൽ തൊട്ടടുത്തുള്ള തൊണ്ടിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം താമസിച്ചത്. അവിടെ ഒരു 10, 45, 50 ലിറ്റർ വെളിച്ചെണ്ണ ആട്ടി വെക്കാത്ത വീടുകളില്ല. അത്രയും തെങ്ങുള്ള ഏരിയ. അവിടെയാണ് ഞാൻ തവിടെണ്ണ കച്ചവടം തുടങ്ങിയത്. എങ്ങനെ ഉണ്ടാവും? കൊല്ലക്കൂട്ടിൽ സൂചി വെക്കാൻ വേണ്ടി പോരെന്ന് പറയുന്നുണ്ടല്ലേ? ആ ഒരു അനുഭവമായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞത് കേൾക്കാത്ത ആളുകൾ ഇന്ന് ഒളിച്ചും പാത്തും മറ്റുള്ളവരുടെ നമ്പർ കൊടുത്തിട്ടും ആളെ പറഞ്ഞു വിട്ടിട്ടും തവിടെണ്ണ മേടിച്ച് ഉപയോഗിക്കുന്നു. എന്തിനാണെന്നറിയോ? ഈ 50 ലിറ്റർ വെളിച്ചെണ്ണ ആട്ടി വെച്ച വീട്ടിലുള്ളവര് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നു, BP-ക്ക് മരുന്ന് കഴിക്കുന്നു, മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നു. പക്ഷെ തവിടെണ്ണ ഉപയോഗിക്കുന്ന വീടുകളിൽ ഈ മരുന്നൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോ കേട്ടറിവുണ്ട്, കണ്ടറിവുണ്ട്, കൊണ്ടറിവുണ്ട് അല്ലേ? ഏതൊരു പ്രോഗ്രാമിൽ ഗോവാൻ സാർ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് തവിടുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താണെന്ന് മനസ്സിലാവില്ല. അവസാനം ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറയും, ഇനി തവിടെണ്ണ ഉപയോഗിക്കുന്നു പറയുമ്പോൾ മക്കളെ ഓടിച്ചിട്ട് എവിടെയാ തവിടെണ്ണ കിട്ടുക, ഓടിപ്പോയി മേടിച്ചിട്ട് വന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനാകില്ല. അപ്പോ
2 പ്രാവശ്യം തവിടുന്ന ഫാക്ടറി കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഈ ഇടയ്ക്കും കൂടെ നമ്മൾ പോയിട്ട് രാജേഷ് സാറൊക്കെ കൂടിയുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് ദുരിയുള്ള ഫാക്ടറി, എണ്ണ ഫാക്ടറി കണ്ട് എത്ര പേരാ? വെരി ഗുഡ്. ഇത്രയധികം ആളുകൾ കണ്ടിട്ടുണ്ട്. ഒന്ന് കാണണം. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളൊന്ന് കാണണം. പറ്റുമെങ്കിൽ കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് വരുന്നത് കാണിച്ചു കൊടുക്കണം. എന്തൊരു സ്നേഹത്തിലാണ് അറിയാം കമ്പനി നമ്മളെ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ദുരി എന്ന് പറയുന്നത്, അതായത് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്, ഒരു 4 മണിക്കൂർ യാത്രയുള്ളൂ. അവിടെ പോയി ഇറങ്ങേണ്ട താമസം അവർ വാഹനമായിട്ട് വരും, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. കാരണം നമ്മളാരാ? കമ്പനിന്റെ ആർസിമിന്റെ ആരാ? നമ്മള് ആർസിമിന്റെ ആരാ? വെറും അസോസിയേറ്റ് ബയർ ആണോ? പിന്നെയോ മാലിക്കാണ്. യെസ്. ഇതാ 2022 മലയാളി കഴിച്ചത് 12,500 കോടിയുടെ മരുന്ന്. വാ, അതിന് നമുക്ക് അഭിമാനിക്കാം അല്ലേ? നമ്മളെല്ലാത്തിലും നമ്പർ 1. അപ്പൊ നോക്കൂ, ഈ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളവിടുന്ന് സ്വീകരിച്ച് കൊണ്ടുപോയി കമ്പനി കൊണ്ട് കാണിച്ച് ചെന്ന പാടെ ഒരു വെൽക്കം ഡ്രിങ്കും സ്നാക്സ് ഒക്കെ തന്ന് സ്വീകരിച്ചതിന് ശേഷം എല്ലാം കാണിച്ച് അതിന് ട്രെയിനിങ് ഒക്കെ നമുക്ക് തന്ന് അവിടെ നിന്ന് വിടും. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയൊരു യൂണിറ്റ് ആണ് ഇത്, AP ഓർഗാനിക് എന്ന് പറയുന്ന യൂണിറ്റ്. ഇത്രമാത്രം തവിട് എവിടെയും ചോദിക്കുന്നവരെ ഒന്ന് അവിടെ വരെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചാൽ ഇവന്റെ സകല സംശയം തീരും അല്ലേ? എന്നിട്ട് കുടിച്ചാൽ പറ, തിരക്കില്ലെങ്കിൽ, എണ്ണ കുടിച്ചിട്ട് വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ട് കുടിച്ചാൽ മതി. പറയാം ഒരു അനുഭവം ഞാൻ പറയാം. എന്ന് കുടിക്കണം, കണ്ടിട്ട് കുടിക്കണോ അതിന് മുമ്പ് കേട്ടിട്ട് കുടിക്കണോ എന്നുള്ളൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. പിണറായി എല്ലാവർക്കും അറിയാലോ അല്ലേ? എങ്ങനെയാ പരിചയം വന്നത്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട് പിണറായി വിജയൻ അല്ലേ? പിണറായില് ആർസിമിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ആ ഔട്ട്ലെറ്റിന്റെ തൊട്ടടുത്ത് ഒരു കച്ചവടക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബാബു എന്നാണ്. സ്റ്റേഷനറി കച്ചവടമാണ്, തൊട്ടടുത്ത് സ്കൂളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ചെറിയ 1 രൂപയുടെ ഐസും അങ്ങനെ കുട്ടികളെ പറ്റിക്കുന്ന കുറെ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഈ തവിടുന്നതിനെ പറ്റി പറയുന്നതും അവിടെ തൊട്ടടുത്ത വായനശാലയിൽ എല്ലാ ആഴ്ചയിലും ക്ലാസ് നടക്കുമ്പോൾ ബാബുവേട്ടൻ ജഗതി നോക്കുന്നവന് മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ ഷുഗർ എന്നുള്ളതാണ്, കൊളസ്ട്രോൾ എന്നുള്ളതാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് അവസാനം 1-2 വർഷം കഴിഞ്ഞപ്പോൾ ബാബുവേട്ടൻ ഒരു പ്രത്യേക ക്ഷീണം വന്ന് പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിന് ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, BP ഉണ്ട്. അപ്പോൾ അവസാനം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഇത്രയധികം ആളുകൾ ഇവിടുന്ന് ഗുണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഷോപ്പ് നടന്ന രജിത്ത് എന്നാണ്. രജിത്തെ, ഏതായാലും ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിസൾട്ടുകൾ നല്ലോണം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 ലിറ്റർ തവിട് നിങ്ങൾ തന്നേക്കും. 1 പാക്കറ്റ് ചായപ്പൊടി, എലൈറ്റ് ചുവന്ന പാക്കറ്റിൽ 250 ഗ്രാം ചായപ്പൊടി മേടിച്ചു. ഈ തവിടിനെയും മേടിച്ച് അദ്ദേഹം വീട്ടിൽ പോയി. പക്ഷെ അദ്ദേഹത്തിന് കുടിക്കാനുള്ള യോഗം കിട്ടിയില്ല. എന്ത് സംഭവിച്ചത്? അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ തലശ്ശേരി ടൗണിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വേണ്ട സാധനം ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി രാവിലെ തലശ്ശേരി പോവും. അവിടുന്ന് ഒരു ചാക്ക് സാധനമായിട്ട് ബസ്സിലേക്ക് കയറുന്ന സമയത്ത് കുഴഞ്ഞു വീണ് അദ്ദേഹം മരിച്ചു. സ്റ്റക്കായി പോയോ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു നല്ല ദിവസത്തിന് വേണ്ടിയിട്ടൊന്നും ആരും വെയിറ്റ് ചെയ്യണ്ട. കാരണം 7ഓളം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വെറുതെ കിട്ടിയതല്ല. HACCP അംഗീകാരം കാശ് കൊടുത്താൽ കിട്ടില്ല. ഒരവാർഡൊക്കെ കാശ് കൊടുത്താൽ കിട്ടും അല്ലേ? അങ്ങനത്തെ ഒരു കാലം എന്ന് പറയും. പക്ഷേ ഇത്രയധികം അവാർഡുകൾ HACCP ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി വേറെ ഉണ്ടാവില്ല. ഇത്ര മാത്രം ഉറപ്പ് വന്നിട്ടും തവണ ഇനിയും കുടിക്കാൻ വൈകിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പേടിപ്പിക്കുന്നതല്ല, പക്ഷെ പേടിച്ചേ പറ്റൂ. കാലം അതാണ്. അതുകൊണ്ട് ഒരു കരുതലുണ്ടാവുന്ന നല്ലതാ. നാളെ രാവിലെ എഴുന്നേറ്റാൽ ഒന്നും നോക്കണ്ട, 20 മില്ലി എങ്കിലും തവിടുന്ന കഴിച്ചിട്ടാവട്ടെ നാളത്തെ തുടക്കം. ഞാനിത് എന്റെയാ ഞാനിത് ഉപയോഗിക്കാതെ എനിക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? തവിടുന്ന ഞാൻ കുടിക്കാതെ ഞാൻ വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഞാൻ പറയാം, തവിടുന്നേക്ക് 33 രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട് കേട്ടോ, മേടിച്ച് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു ചോദ്യം വരും, നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ? ഞാൻ വീട്ടിൽ വെളിച്ചെണ്ണ, എന്നെ വീട്ടിൽ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വിൽക്കാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റുമോ? ഇത് കുടിക്കും ആരെങ്കിലും? കുടിക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പണി 2 സ്പൂൺ എണ്ണ കഴിക്കുക, അല്ലെങ്കിൽ 20 മില്ലി എണ്ണ കഴിക്കലാണെന്ന് പറഞ്ഞാൽ ഒന്ന് മുഖത്തേക്ക് ഒന്ന് നോക്കൂലേ? അപ്പൊ എന്താ ഒരു മാറ്റങ്ങൾ അന്നേരമാണ് തോന്നുക, മാറ്റങ്ങൾ. എന്നാ പിന്നെ ശരി കുടിച്ചേക്കാം. നോക്കൂ, ഇത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വലിയൊരു നന്മ വേറെയില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതൊരു നന്മയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തതെന്ന് പറഞ്ഞു. ചെറിയ റിസ്ക് ഒന്നുമല്ല അവർ ഏറ്റെടുത്തിട്ടുള്ളത്, വലിയ റിസ്ക് തന്നെയാണ്. ആദ്യം വാടക ബിൽഡിങ്ങിലായിരുന്നു, ഇപ്പൊ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറി. ഇതൊക്കെ ഈ ഒരു ഇവിടെയുള്ളവർക്ക് മാത്രം വേണ്ടിയല്ല അല്ലെ? ഈ ഒരു ഡിപ്പോയായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ വരെ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ സർവീസ് അല്ല ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? എന്നിട്ട് പോലും നമ്മൾ അതിന് സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ പരസ്യവാചകം ഞാൻ ഒന്നും കൂടെ പറയാം, വലിയ വില കൊടുക്കേണ്ടി വരും. കാശുണ്ടാക്കി വെച്ചോ, കുറച്ചൊന്നും മതിയാവില്ല. എത്ര വേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല, ഡോക്ടർ പോലും പറയാൻ വേണ്ടി പറ്റില്ല. ഇത് കഴിയട്ടെ എന്നിട്ട് പറയാന്നാ പറയാം. അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതിന് ഇന്നത്തെ രീതികൾ മാറിയില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ, കുറയില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും നമ്മുടെ വീടുകളിൽ ആർസിമാവട്ടെ,
പോഷക ന്യൂനത പരിഹരിക്കാൻ RCM ന്യൂട്രിചാർജ് സെഗ്മെന്റ് വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. കീസോൺ സെഗ്മെന്റ് നിർബന്ധമായിട്ടും ലേഡീസ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ലേഡീസിന് പറയാൻ കാരണം അതിൽ സാനിറ്ററി പാഡും ഇന്റിമേറ്റ് വാഷൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഇന്ന് അവരതിന് പകരം ഉപയോഗിക്കുന്ന പാഡുകൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്രസ് ക്യാൻസർ വർദ്ധിക്കുന്നു, അല്ലെ? നിരവധിയായിട്ടുള്ള ക്യാൻസർ വർദ്ധിക്കുന്നു. പ്രധാന കാരണം അവർ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡാണ്. അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതിന് വിരുദ്ധമായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ ആ സ്ത്രീകളുടെ ഇന്റിമേറ്റ് ഏരിയയിൽ pH ബാലൻസ് ചെയ്യുന്ന ഇന്റിമേറ്റ് വാഷ് പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒപ്പം നമ്മുടെ സാനിറ്ററി പാഡുകളും പ്യുവർ കോട്ടൺ ആവട്ടെ, പണ്ട് തുണിയായിരുന്നു വെച്ചോണ്ടിരുന്നത്, അതൊക്കെ മാറി ഇല്ലേ? ഇന്ന് പാഡുകളിലേക്ക് മാറി. പക്ഷെ പാഡിലേക്ക് മാറിയിട്ടേ ഉള്ളൂ, അതിന്റെ ക്വാളിറ്റി ആരും നോക്കാറില്ല. അവിടെയാണ് കീസോണിന്റെ പ്രസക്തി. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇതൊക്കെ നമുക്കേ പറ്റുള്ളൂ, നമ്മളിലാണ് ഈ ഉത്തരവാദിത്തമുള്ളൂ, അല്ലേ? ഇത് വെറുതെ ഒരു 10 കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണാതെ ഇതൊരു നന്മയായിട്ട്, ഒരു സർവീസ് ആയിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും TCG പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പണത്തിന് ഫോക്കസ് ചെയ്യണ്ട, അല്ലേ? നെല്ല് കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതിനു വേണ്ടിയോ? അരിക്ക് വേണ്ടിയല്ലേ? പക്ഷെ അതിന്റെ കൂടെ ഉമിയും വൈക്കോലും ഒക്കെ കിട്ടില്ലേ? അത് ബൈ പ്രൊഡക്റ്റ് അല്ലേ? കൊപ്രയാട്ടുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാ. പക്ഷെ അതിന്റെ കൂടെ പിണ്ണാക്ക് വരുന്നില്ലേ? തടയാൻ പറ്റുമോ? പിണ്ണാക്ക് വേണ്ട, പിണ്ണാക്ക് വരില്ലേ? പിണ്ണാക്ക് വരും. അതുപോലെ RCM കാശ് കിട്ടുക. എന്ത് ചെയ്താൽ മതി? നന്മ പ്രചരിപ്പിച്ചാൽ മതി, അതില് കാശ് നമുക്ക് തരും. ആരുടെയും മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. കമ്പനി കൃത്യമായിട്ട് എല്ലാ മാസവും 6-ാം തീയതി 7-ാം തീയതി ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും. ഒരു കണക്കും കൂട്ടണ്ട, ആരോടും ചോദിക്കേണ്ട, ഒരു പരാതിയും പറയണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലെ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? സെൽഫ് യൂസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാം. സെൽഫ് യൂസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാം. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ആദ്യം എന്റെ വീട്ടിലെ 100% ഉൽപ്പന്നങ്ങൾ RCM ആവട്ടെ. ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. 6 മാസം സ്ഥിരമായിട്ട് ഉൽപ്പന്നം മേടിച്ചാൽ എന്താ കിട്ടോ? കിട്ടി. എത്ര പേരുണ്ട്? വെരി ഗുഡ്. ഞാന് 10,000 BV ചെയ്യുന്ന ആളാ. 1 രൂപയുടെ ഷാമ്പു വിറ്റിട്ടല്ല 10,000 BV തേക്കുന്നത്. ന്യൂട്രിചാർജിൽ 5,000 എന്ന് പറഞ്ഞാൽ 7,000-ഓളം BV എനിക്ക് തന്നെ വേണം, എന്റെ വീട്ടിൽ തന്നെ വേണം. ഒന്നും വിറ്റിട്ടല്ല. അപ്പൊ അത്രയും BV ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയത് കഴിഞ്ഞ ഓണത്തിന് 5,000 രൂപയുടെ തുണിയും കിട്ടി, 5,000 രൂപയുടെ RCM സാധനം എടുത്തു. ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് വിഷുവിനാ. അപ്പൊ ഓണം വിഷു സംഗതി കമ്പനി വകയില് ആരെങ്കിലും വേണം അങ്ങനെ ഫ്രീ ആയിട്ട് ഓണം വിഷു ആഘോഷിക്കണമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഫ്രീ ഗുഡ്സ് കിട്ടും. 1,500 രൂപയുടെ സാധനങ്ങൾ, നിങ്ങൾ 1,500 PVയുടെ സാധനങ്ങൾ, ഏകദേശം 3,000 രൂപ ഈ റേഞ്ചിൽ നിന്ന് വാങ്ങി നോക്കിക്കേ. സമയം ഓക്കെ, എനിക്ക് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഫ്രീ വരെ എത്തുമ്പോഴത്തേക്കും സംഗതി ഏകദേശം തീരണം. അപ്പൊ എന്ത് ചെയ്യണം? 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചോളൂ. 5,000 അല്ല 10,000 അല്ല RCM നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യാം. നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടട്ടെ. മാക്സിമം ആളുകളിലേക്ക് ഇത്